السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ ചെയ്തു വന്നിട്ടുള്ള വ്യത്യസ്ത സമയങ്ങളിലുള്ള സുന്നത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരെയും മനസ്സിലാക്കിയത്. നമ്മൾ കിതാബിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു, അദ്ദേഹം സുന്നത്തുകളെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. അസ്സുനനു അൽ മൗഖൂത്ത, ഓരോ സമയത്തും അതാത് സമയത്ത് പ്രത്യേക സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്തുകൾ. അങ്ങനെ 7ഓളം സമയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള 7ഓളം സമയങ്ങൾ, ആ സമയത്ത് പ്രത്യേകമായി ചെയ്യേണ്ട കർമ്മങ്ങളുടെ സുന്നത്തായ രീതികൾ നമ്മൾ വിശദീകരിച്ചു. അതിനുശേഷം പിന്നീട് അദ്ദേഹം സഹോദരങ്ങളെ വിശദീകരിക്കുന്നത് അസ്സുനനു ഗൈറുൽ മൗഖൂത്തയാണ്. അഥവാ പ്രത്യേക സമയം നിശ്ചയിക്കപ്പെട്ടതായ കർമ്മങ്ങളല്ല ഇനി പറയാൻ പോകുന്നത്. ഒരു ദിവസത്തിൻ്റെ ഏത് സമയത്തും ഈ കർമ്മങ്ങൾ ഒരാൾ ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലെല്ലാം നമ്മൾ ഈ പറയാൻ പോകുന്ന സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിലൊന്നാമതായി അദ്ദേഹം കൊടുത്തത് സുനനു അത്ത്വാം, ഭക്ഷണവുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ്. ഭക്ഷണ മര്യാദയുടെ കാര്യങ്ങളാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് ആമുഖത്തിൽ, വലം അദ സുനന തആമി ളിന്ന സുനനിൽ മൗഖൂത, ഞാൻ ഭക്ഷണത്തിൻ്റെ സുന്നത്തുകൾ ഒരു സമയനിർണിതമായി ഞാൻ വെച്ചിട്ടില്ല. കാരണം ലിഅന്നൽ അക്ല വശുർബ ഖദ് യകൂനു ആരിദൻ ഫി അയ്യി വഖ്ത്, കാരണം ഭക്ഷണവും പാനീയവും ഒക്കെ ഏത് നേരത്തും ഉണ്ടാവാം. രാവിലെ ഉച്ച രാത്രി എന്ന് മാത്രമായിക്കൊള്ളണമെന്നില്ല. ഏത് നേരത്തും ഒരാൾ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും. ഈ സമയത്തൊക്കെ ഈ സുന്നത്തുണ്ട്. ഫയഹ്താജു മഅഹു തത്ബീഖു സുനൻ, അതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ ഈ സുന്നത്ത് നടപ്പിലാക്കുക എന്നുള്ളത് നമുക്ക് അനിവാര്യമായ കാര്യമാണ്. വലിഅന്ന ഔഖാത്ത് അൽ അക്ലി വഇൻ കാനത് ഫീ ഗാലിബി വാഖിഇന അൽ യൗമ മൗഖൂത, എന്നാൽ ഇന്നത്തെ നമ്മുടെ സമയം അത് മിക്കവാറും സമയം നിർണ്ണയിക്കപ്പെട്ട രീതിയിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളതൊരു ടൈമിൽ ഏകദേശം ആളുകൾ രാവിലെ ഒരു 9-8 മണിക്ക് മുമ്പായി അല്ലെങ്കിൽ ആ സമയത്തോടാകുമ്പോഴേക്കും കഴിക്കും. ഉച്ചക്കൊരു സമയമുണ്ട്, ദുഹർ നിസ്കരിച്ച് കഴിഞ്ഞ് നമ്മൾ കഴിക്കും. അസറിന് ശേഷം ഒരു ചായ കൂടി ഉണ്ട്. മഗ്രിബിന് അല്ലെങ്കിൽ ഇശാക്ക് ശേഷമായി ഭക്ഷണം കഴിക്കും. ഇന്ന് ഏതാണ്ട് ആളുകൾ ഒരു പ്രത്യേകമായ സമയം നിർണയിച്ചു കൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇല്ല, അൻഹാഫി അസ്രി ഉലായിക്കൽ അഫ്ദാദ് അസ്രി സഹാബ, എന്നാൽ നമ്മുടെ മുൻഗാമികളായ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. വഖദ താബിഈന മിൻ ബഅദിഹിം, താബിഈങ്ങളുടെ കാലഘട്ടത്തിലും ഭക്ഷണത്തിന് അങ്ങനെ പ്രത്യേകം സമയമുണ്ടായിരുന്നില്ല. വസലഫു ഹാദിഹിൽ ഉമ്മ ലൈസത് ഫീ ഗാലിബിഹാ മൗഖൂത, അതുപോലെ നമ്മുടെ മുൻഗാമികളായ മിക്കവർക്കും ഭക്ഷണം അങ്ങനെ പ്രത്യേകമായ സമയത്തുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ്? ഫഹും ലാ യജിദൂന കസീറൻ മിമ്മാ നജിദ്, കാരണം നമുക്കിന്ന് ഭക്ഷണം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും ആ പറയുന്ന ആളുകൾക്ക് ലഭിച്ചിട്ടേ ഇല്ല. വൽഖസ്തു അന്ന കസീറൻ മിൻഹും ഖദ് ലാ യജിദു ഫീ യൗമിഹി മാ യഅകുലുഹു ഫദ്ലൻ അലാ അൻ യകൂന ലദൈഹി തആമുൻ യഅകുലുഹു ഫീ വഖ്തിൻ മുഹദ്ദദ്, ഒരു പ്രത്യേക സമയത്ത് തിന്നാൻ അവരുടെ അടുത്ത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അന്നേക്ക് കഴിക്കാൻ തന്നെയുള്ള ഭക്ഷണങ്ങൾ മുൻഗാമികളിൽ പലർക്കും ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാണ് മുൻഗാമികളിൽ നിന്നും ഓരോ സമയത്തുള്ള ഭക്ഷണത്തിനെ കുറിച്ച് അതിൻ്റെ ചര്യകളെ കുറിച്ച് പറഞ്ഞു തരാൻ സാധിക്കുക? കാരണം അവർക്ക് ഭക്ഷണം തന്നെ ലഭിക്കുക എന്നുള്ളത് വളരെ കുറഞ്ഞ കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഹാദ നബിയുൽ ഉമ്മത്തി വനിബ്റാസുഹ, ഇതാ നോക്കൂ, ഈ ഉമ്മത്തിന്റെ നബി, അതിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ നബി, വഖൈറുൽ ബശരിയ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറുള്ള വ്യക്തിത്വം, അവിടുത്തെ സംഭവം പറയാണ്. യദ്ഖുലു അലാ ആയിഷ റളിയല്ലാഹു അൻഹാ ദാത യൗം, ഒരു ദിവസം അവർ ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ചോദിക്കുകയാണ്, യാ ആയിഷ ഹൽ ഇൻദകും ഷൈ, ആയിഷ നിന്റെ അടുക്കൽ വല്ലതുണ്ടോ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ ഇൻദനാ ഷൈ, അല്ലാഹുവിന്റെ റസൂലേ നമ്മുടെ വീട്ടിൽ ഒന്നും കഴിക്കാനില്ല. അവിടുന്ന് പറയാണ്, ഫഇന്നി സായിം, എങ്കിൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അഥവാ വീട്ടിൽ ഒന്നും തന്നെ കഴിക്കാനില്ല എന്നാണ് പറയുന്നത്, സ്നാക്സ് ഇല്ല എന്നല്ല. അല്ല, നമ്മളിപ്പോൾ അങ്ങനെയാണ്, എരിവുള്ളത് എന്തെങ്കിലും ഉണ്ടോ, മധുരമുള്ളതുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളതുണ്ടോ, ഇതൊക്കെയാണ് ചോദിക്കുക. ഇത് എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ഹൽ ഇൻദകും ഷൈ, എന്തെങ്കിലും കഴിക്കാനുണ്ടോ? അവിടുന്ന് പറയുന്നത് മാ ഇൻദനാ ഷൈ, ഒന്നുമില്ല എന്നാണ് പറയുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. അതിൽ കാണാം, ജാ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ഇന്നി മജ്ഹൂദ്. ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ, എനിക്ക് നല്ല ഭക്ഷണത്തിന് ആഗ്രഹമുണ്ട്, പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, വിശക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയാണ്. ഫഅർസല ഇലാ ബഅദി നിസാഇഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചില ഭാര്യമാരുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, എന്നിട്ട് കാര്യങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി തിരക്കി. അവർ പറഞ്ഞു, വല്ലദി ബഅസക ബിൽ ഹഖ്, താങ്കളെ സത്യം കൊണ്ട് നിയോഗിച്ചവൻ തന്നെ സത്യം, അള്ളാഹു തന്നെ സത്യം, മാ ഇൻദി ഇല്ലാ മാ, വെള്ളമല്ലാതെ വീട്ടിലൊന്നുമില്ല എന്ന് പറയാണ്. സുമ്മ അർസല ഇലാ ഉഖറ, പിന്നീട് അടുത്ത ഭാര്യയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഫഖാലത് മിസ്ല ദാലിക്, ആ ഭാര്യയും ഇതേപോലെ തന്നെയാണ് പറഞ്ഞത്, അത് വെള്ളം മാത്രമേ വീട്ടിലുള്ളൂ. ഹത്താ കുല്ലുഹുന്ന മിസ്ല ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഭാര്യമാരും പറഞ്ഞത് വീട്ടിൽ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മദീനയിൽ വെച്ച് ചോദിക്കുകയാണ്, മൻ യുദീഫു ഹാദൽ ലൈൽ റഹിമഹുല്ലാഹ്, ആരെങ്കിലും ഈ മനുഷ്യനെ, ആരാണ് ഇവനെ സൽക്കരിക്കുക, അള്ളാഹു അവന് കാരുണ്യം ചൊരിയട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഒരാൾ മുന്നോട്ട് വരുന്നതിന് വേണ്ടി. ഹത്താ ദയ്യഫഹു റജുലുൻ മിനൽ അൻസാർ, അങ്ങനെ ഒരു അൻസാരിയായ ഒരു മനുഷ്യൻ വന്നിട്ട് അയാളെ സൽക്കരിക്കുകയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വീട്ടിലും, ഒരു ഭാര്യയുടെ വീട്ടിലും ഭക്ഷണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഉമറിനും അബൂബക്കറിനും റളിയല്ലാഹു അൻഹുമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അള്ളാഹു സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള രണ്ടാളുകൾ. അവരുടെ അവസ്ഥ എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, ഹറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഔ ലൈല, ഒരു രാത്രിയിലോ പകലിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഫൈദാ ഹുവ ബി അബീ ബക്രിൻ വ ഉമർ, അപ്പോഴതാ അബൂബക്കറും ഉമറും ഉണ്ട് അങ്ങാടിയിൽ, റോട്ടിലുണ്ട്. രാത്രിയിൽ എന്നാണ് ചില റിവായത്തിൽ. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ ചോദിച്ചു, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സാഅ, എന്ന് ഈ ഒരു നേരത്ത് നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നത്? ഖാല അൽ ജൂ, അവർ രണ്ടുപേരും പറഞ്ഞു, അൽ ജൂ യാ റസൂലല്ലാഹ്, വിശപ്പാണ് റസൂലെ, എന്തേലൊക്കെ ഭക്ഷണം കിട്ടുമോ എന്ന് ആലോചിച്ചിട്ട് തിരക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആരാണ് പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅന വല്ലദി നഫ്സി ബിയദി ലഅഖ്റജനി അല്ലദി അഖ്റജകുമാ, അല്ലാഹു തന്നെ സത്യം, എന്നെ നിയോഗിച്ച എൻ്റെ റബ്ബ് തന്നെ സത്യം, ഇതാ നിങ്ങൾ രണ്ടുപേരെയും ഏതു കാരണമാണോ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാക്കിയിട്ടുള്ളത്, അതേ കാരണം കൊണ്ടാണ് ഞാനും പുറത്തിറങ്ങിയിട്ടുള്ളത്. അത് അൽജൂ, വിശപ്പാണ്, ഖൂമു, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവര് എന്ത് ചെയ്യാണ്, മൂന്ന് പേരും കൂടി പുറപ്പെടുകയാണ്. അങ്ങനെ ഒരു അൻസാരിയായ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് എത്തുകയും അയാൾ പോയിട്ട് നല്ല ഈന്തപ്പന കൊല കൊണ്ടുവരികയാണ്. ഈന്തപ്പന മരത്തുനിന്ന് ഈത്തപ്പഴത്തിൻ്റെ കുല കൊണ്ടുവന്നിട്ട് അതിൽ നല്ല പഴുത്ത ഈത്തപ്പഴങ്ങളുണ്ട്, അല്ലാത്തതൊക്കെ ഉണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ രണ്ട് സഹാബികൾക്കും വെച്ചു കൊടുക്കുകയാണ്. വദബഹ ലഹുമുശ് ശാത്ത്, അതുപോലെ തന്നെ ഒരു ആടിനെയും അറുത്തു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം, അവസ്ഥയുണ്ടായിട്ടുള്ളത്. അപ്പോൾ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂബക്കറിനെയും ഉമറിനെയും വിളിച്ചുകൊണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവൻ തന്നെ സത്യം, അള്ളാഹു തന്നെ സത്യം, ലതുസ്അലുന്ന അൻ ഹാദൻ നഈം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂ, നിങ്ങൾ വിശപ്പ് കൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. സുമ്മ ലം തർജിഉ ഹത്താ അസാബകും ഹാദൻ നഈം, പിന്നെ നിങ്ങൾ വീട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചു മടങ്ങുന്നത് ഈ അനുഗ്രഹം ആസ്വദിച്ചിട്ടാണ്, ഈ അനുഗ്രഹം ലഭിച്ചിട്ടാണ്. അത്രയും വിശന്ന് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിട്ട് ഒരല്പം ഭക്ഷണം കിട്ടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ചോദ്യം ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ പറയുന്ന ഭക്ഷണത്തിന് നന്ദി കാണിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നീട് നോക്കുമ്പോൾ ബുഖാരിയൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് റിവായത്ത് ചെയ്യുന്നുണ്ട്. അവിടെ റാവിയായ മുഹമ്മദ് അദ്ദേഹം പറയാണ്, കുന്ന ഇൻദ അബി ഹുറൈറ വഅലൈഹി സൗബാനി മുമശ്ശഖാനി മിൻ കത്താനി ഫതമഖത്ത്, ഞങ്ങൾ ഒരിക്കൽ പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനൊക്കെ ശേഷം ഒരു കാലത്ത് ഞങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ അദ്ദേഹം രണ്ട് നല്ല മേൽത്തരം വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. ലിനനിന്റെ വസ്ത്രം, മിൻ കച്ചാൻ, ലിനനിന്റെ നല്ല മേൽത്തരം വസ്ത്രമൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിച്ചിട്ടുണ്ട്. ഫതമഖത, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിലാണ് മൂക്ക് പിടിക്കുന്നത്, ലിനനിന്റെ വസ്ത്രത്തിൽ അദ്ദേഹം മൂക്ക് പിടിക്കുകയാണ്.
ചിലർ പറഞ്ഞു ബഖിൻ ബഖിൻ, അത്ഭുതം കൊണ്ട്. അബൂ ഹുറൈറ യതമഖത്തു ഫിൽ കത്താൻ, ഇത് അബൂ ഹുറൈറ ലിനൻ വസ്ത്രത്തിലൊക്കെ മൂക്ക് പിടിക്കാൻ തുടങ്ങി എന്നിട്ട് പറയാൻ. അദ്ദേഹം പറഞ്ഞു ലഖദ് റഅയ്തുനി, അബൂ ഹുറൈറ ലഖദ് റഅയ്തുനി വഇന്നി ലഅഖിറു ഫീമാ ബൈന മിൻബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ, അബൂ ഹുറൈറ പിന്നീട് ധനികനായി മാറിയ സഹാബിയാണ്, പിന്നീട് അദ്ദേഹം ധനികനായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിന്റെയും അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെയും ഇടയിൽ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, മഗ്ഷിയൻ അലൈഹി, അവിടെ ഞാൻ ബോധരഹിതനായി വീഴാറുണ്ട്. ഫയജീഉൽ ജാഇ ഫയദഅ റിജ്ലഹു അല ഉനുഖി, അതുവഴി പോകുന്ന ചില ആളുകൾ എൻ്റെ കഴുത്തിന്റെ അടുത്ത് കാല് വെച്ചിട്ട് പറയും വയറ അന്നി മജ്നൂൻ, ഭ്രാന്തായിട്ട് വീണതാണ്, എന്തോ ഭ്രാന്ത് ബാധിച്ചിട്ട് ആ വഴിയിൽ വീണതാണ് എന്ന് പറയും. വാ ബി മിൻ മജ്നൂൻ, എനിക്കൊരു ഭ്രാന്തും ഉണ്ടായിട്ടില്ല. മാ ബി ഇല്ലൽ ജൂ, എനിക്ക് വിശപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. അതായത് ഇങ്ങനെ ഒരു കാലവും അബൂ ഹുറൈറക്ക് കടന്നു പോയിട്ടുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഇന്ന് നല്ല ലിനൻ വസ്ത്രം ധരിക്കാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഓർത്തുകൊണ്ട് സഹോദരങ്ങളെ അവിടെ പറയാൻ. ഇത് അദ്ദേഹത്തിന്റെ മാത്രം അവസ്ഥയല്ല, അഹ്ലു സുഫയിൽപ്പെട്ട, അത് വീടില്ലാതെ അവിടെ മദീന മസ്ജിദുൻ നബവിയിൽ തന്നെ കഴിഞ്ഞുകൂടിയിരുന്ന ഒരുപാട് സഹാബികൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പലരുടെയും അവസ്ഥ അങ്ങനെ ആയിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിസ്കരിക്കാൻ നിന്നാൽ അങ്ങേയറ്റത്തെ വിശപ്പ് കാരണം ചിലപ്പോൾ സലാം വീട്ടുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ പേര് ബോധരഹിതരായിട്ടും വിശന്നിട്ടും ഒക്കെ താഴെ വീണിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു, ലൗ തഅലമൂൻ മാ ലക്കും ഇൻദല്ലാഹ് ലഅഹ്ബബ്തും അൻ തസ്ദാദു ഫാഖതൻ വഹാജ. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് എന്താണുള്ളത് എന്ന് നിങ്ങൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ദാരിദ്ര്യവും പ്രയാസവും ഒക്കെ നിങ്ങൾ ഇനിയും കൂടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ കിട്ടുന്ന ആ മഹത്തരമായ അതിനുള്ള പ്രതിഫലം അഥവാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒരാൾക്ക് ദുനിയാവിൽ ഉണ്ടായിട്ട് അത് സഹിച്ചിട്ടുണ്ട്, സ്വബറോടുകൂടി ജീവിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് കിട്ടുന്ന പ്രതിഫലം അവർ ഓർമ്മപ്പെടുത്തിയത് സഹോദരങ്ങളെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഇവിടെ എടുത്തു കൊടുക്കുവാനുള്ള കാരണം, പഴയ കാലത്ത് ഇന്നത്തെ പോലെ ഭക്ഷണം അങ്ങനെ സമയത്ത് ഓരോ സമയം നിർണയിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം സമയം നിർണയിക്കാത്ത സുന്നത്തുകളിലാണ് ഇത് കൊണ്ടുവന്നത്. അതിൻ്റെ ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്ന വേളയിൽ ഇതൊക്കെ പറയാം. അതിനുശേഷമാണ് അദ്ദേഹം സുനനുൽ തആം, ഭക്ഷണത്തിന്റെ മര്യാദകൾ എന്ന് പറഞ്ഞ് ഓരോന്നായി പറയുന്നത്. അതിലൊന്നാമതായി അദ്ദേഹം പറയുന്നു അത്തസ്മിയത്തു അവ്വലു തആം, ഭക്ഷണത്തിന്റെ ആദ്യത്തിൽ എന്ത് വേണം, നമുക്കൊക്കെ അറിയുന്നത് പോലെ ബിസ്മില്ലാ എന്ന് പറയണം. ഉമർ ഇബ്നു അബി സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കുന്തു ഗുലാമൻ ഫി ഹജ്ജി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ മടിത്തട്ടിൽ ചെറിയ കുട്ടിയായിട്ടുണ്ടായിരുന്ന സമയം അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. വകാനത് യദി തതീഷു ഫി സഫഹ, എൻ്റെ കൈ ഇങ്ങനെ മുമ്പിലുള്ള സഫഹയിൽ അഥവാ നമ്മുടെ പാത്രത്തിൽ തളികയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യും, എല്ലായിടത്തും കഴിക്കും. ചെറിയ കുട്ടികൾ അങ്ങനെ എല്ലായിടത്തും കഴിക്കുമായിരുന്നു. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ഗുലാം, എൻ്റെ കുട്ടി, സെമ്മില്ല, നീ ബിസ്മില്ല പറയുക. വക്കുൽ ബി യമീനിക്, നീ നിന്റെ വലത്തെ കൈ കൊണ്ട് കഴിക്കണം. വക്കുൽ മിമ്മ യലീക്, നിന്റെ മുമ്പിലുള്ള തൊട്ടടുത്തത് കഴിക്കണം. 3 മര്യാദകളാണ് പറഞ്ഞു കൊടുത്തത്. എന്ത്? സെമ്മില്ല, ബിസ്മില്ല പറയണം. വക്കുൽ ബി യമീനിക്, നീ നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കണം. വക്കുൽ മിമ്മ യലീക്, നിന്റെ അടുത്തുള്ള ഭാഗത്തു നിന്നും കഴിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫമാ സാലത് തിൽക തുഅമതി ബഅദു, അതിനുശേഷം ഞാൻ അങ്ങനെ മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയാണ്. ചെറിയ കുട്ടിയായപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചൊരു തെറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു. പിന്നീട് എപ്പോഴും അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. നമുക്ക് അഫ്ളൽ ബിസ്മില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി പറയേണ്ടതില്ല, മറിച്ച് ബിസ്മില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഹദീസ് കാണാൻ സാധിക്കും, ഇദാ അകല അഹദുക്കും ഫല്യദ്കുർ ഇസ്മല്ലാഹ്, ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയാൽ ഫല്യദ്കുർ ഇസ്മല്ലാഹ്, അല്ലാഹുവിന്റെ നാമം സ്മരിക്കട്ടെ, ബിസ്മില്ലാ എന്ന് പറയട്ടെ. ഫഇൻ നസിയ, ആരെങ്കിലും മറന്നുപോയി ആരംഭത്തിൽ, അൻ യദ്കുർ ഇസ്മല്ലാഹ് ഫി അവ്വലിഹി, ആദ്യത്തിൽ മറന്നുപോയാൽ ഫല്യഖുൽ ബിസ്മില്ലാ അവ്വലഹു വ ആഖിറഹു, അവൻ ബിസ്മില്ലാ അവ്വലഹു വ ആഖിറഹു, അതിന്റെ ആദ്യത്തിലും അവസാനത്തിലും ഞാൻ ബിസ്മില്ലാ പറഞ്ഞിരിക്കുന്നു എന്ന് പറയട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആരംഭത്തിൽ ബിസ്മില്ലാ എന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ പലപ്പോഴും ആളുകൾ മറക്കുക, ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കും. ഏറ്റവും ചെറുതൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബിസ്മില്ല മറന്നു പോകും. അത് വലിയ തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. കാരണം പിശാചിന് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു സ്വാധീനം ഉണ്ടാവുകയാണ്. ഇൻഷാ അല്ലാഹ് പിശാചുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കഴിക്കുന്നത്, അത്ര ചെറുതാണെങ്കിലും, അത് വെള്ളം കുടിക്കുന്നതാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ആളുകൾ ചിലപ്പോൾ തൊട്ട് നക്കുകയൊക്കെ ചെയ്യും, അപ്പോൾ തന്നെ ബിസ്മില്ല പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. അതല്ലാതെ മെയിനായിട്ട് കഴിക്കാൻ നേരത്ത് മാത്രമല്ല, ആദ്യം നമ്മൾ എന്ത് കഴിക്കാൻ ആരംഭിക്കുമ്പോഴും
ആദ്യം നമ്മൾ പറയേണ്ടത് ബിസ്മില്ലാ എന്നാണ്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, കുന്ന ഇദാ ഹദർന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ലം നദ ഐദിയനാ ഹത്താ യബ്ദഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ആരും ആദ്യം തന്നെ തളികയിലേക്ക് കൈവെക്കുകയില്ല. ഹത്താ യബ്ദഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ആണ് ആദ്യം തളികയിൽ നിന്നും കഴിച്ചു തുടങ്ങുക. അതുവരെ ഞങ്ങൾ ആരും എന്ത് ചെയ്യില്ല, കഴിച്ചു തുടങ്ങുകയില്ല. ഫയദഉ യദഹു, അങ്ങനെ അവിടുന്ന് ആദ്യം കൈവെക്കും. വഇന്ന ഹദർന മഅഹു മറത്തൻ തആമൻ ഫജാഅത് ജാരിയ കഅന്നഹ തുദ്ഫഅ. ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി അവിടെ സദസ്സിലുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. കഅന്നഹ തുദ്ഫഅ, അവളെ ആരോ ഇങ്ങനെ പുഷ് ചെയ്യുന്നത് പോലെ, അതിനെ കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത് പോലെ അവൾ പെട്ടെന്ന് എന്ത് ചെയ്തു, അതിലേക്ക് കൈയിട്ടു. ഭക്ഷണത്തിലേക്ക് കൈയിടാൻ വേണ്ടി അവൾ ഇങ്ങനെ നിന്നു. ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹ, ആ കുട്ടിയുടെ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു വെച്ചു. സുമ്മ ജാഅ അഅറാബി കഅന്നമാ യുദ്ഫഉ ഫഅഖദ ബിയദിഹി, പിന്നെ ഒരു അഅറാബി, ഗ്രാമീണൻ, വളരെ ഗ്രാമീണനായ ഒരു വ്യക്തി വന്നു. അയാളും ഭക്ഷണത്തിലേക്ക് പെട്ടെന്ന് കൈയിടാൻ നോക്കി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ശൈത്താന യസ്തഹില്ലു തആം അല്ലാ യുദ്കറ സ്മുല്ലാഹി അലൈഹി, തീർച്ചയായും പിശാചി ഭക്ഷണം അവന് ഹലാലായി കിട്ടാൻ അവൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ബിസ്മില്ല പറയാതെ നിങ്ങളെ ഒരാൾ ആരംഭിച്ച് കിട്ടാനാണ് പിശാച് ആരംഭിക്കുക. അപ്പോൾ ഒരു തളുകയിൽ ആദ്യം കഴിക്കുന്ന ആളിന് ബിസ്മില്ല പറയണം. അങ്ങനെ ഇന്നഹു ജാഅ ബിഹാദിഹിൽ ജാരിയ, പിശാച് ആദ്യം ഈ പെൺകുട്ടിയെ കൊണ്ടാണ് വന്നത്. ലിയസ്തഹില്ല ബിഹാ ഫഅഖദ്തു ബിയദിഹ, അവളെ മുഖേന അവൻ ഈ ഭക്ഷണം ഹലാലായി കിട്ടണം, പക്ഷെ ഞാൻ അവളുടെ കൈക്കന്നെ പിടിച്ചു. ഫജാഅ ബിഹാദിൽ അറാബി ലിയസ്തഹില്ല ബിഹി ഫഅഖദ്തു ബിയദി, പിന്നെ ഈ അറാബിനെയും കൊണ്ടുവന്നു. അയാളും അങ്ങനെ കൈയിടാൻ നോക്കി, ഞാൻ അയാളുടെ കൈയും പിടിച്ചു. വല്ലദീ നഫ്സി ബിയദി, അല്ലാഹു തന്നെ സത്യം, ഇന്ന യദഹു ഫി യദി മഅ യദിഹ, തീർച്ചയായും ആ പെണ്ണിന്റെ കൈ പിടിക്കുന്ന സമയത്ത് പിശാചിന്റെ കൈയും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്കൊപ്പം പിശാചിന്റെ കൈയും കിട്ടിയിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പിശാചാണ് കൈ കൊണ്ട്, അതായത് ആ ഭക്ഷണം ഹലാലായി കിട്ടാൻ ബിസ്മില്ല ചൊല്ലാതെ, ചെറിയ കുട്ടിയല്ലേ പെട്ടെന്ന് കഴിക്കുമല്ലോ, അതിനു വേണ്ടിയിട്ട്. അതുപോലെ ആറാബി അധികം വിവരമൊന്നും ഉണ്ടാവില്ല, എൽമിയായി അറിവില്ലാത്ത ആളാണ്. അപ്പൊ അയാളെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് ആരംഭിച്ച് ആ ഭക്ഷണം അവർക്ക് ഹലാലായി കിട്ടാൻ വേണ്ടി പിശാച് ചെയ്ത പണിയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ബറക്കത്തില്ലാതായി തീരും. ബിസ്മില്ല കഴിക്കാതെ നമ്മൾ ആരംഭിച്ചാൽ ഭക്ഷണത്തിന് കിട്ടുന്ന ബറക്കത്തുണ്ട്. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കഴിച്ചാൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ഉപദ്രവങ്ങൾ നമുക്കുണ്ടാകാനും പാടില്ല. ഈ പറയുന്ന സുന്നത്തുകൾ പാലിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട നന്മകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ഭക്ഷണത്തിൽ നിന്നുണ്ടായേക്കാവുന്ന ഉപദ്രവങ്ങൾ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഭക്ഷണം രണ്ടും ഉണ്ട്, ഉപകാരം ഉണ്ടാക്കും, ഉപദ്രവം ഉണ്ടാക്കും. ഉപകാരം ലഭിക്കുകയും ഉപദ്രവം ഇല്ലാതാക്കി തീർക്കുകയും ചെയ്യണമെങ്കിൽ അതിൽ ബറക്കത്തുണ്ടാകണം, അതിന് ബിസ്മില്ലാ എന്ന് പറയണം. അപ്പം അതില്ലാതാക്കാനാണ് പിശാചി പണികളൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ഹദീസും കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഅകുലന്ന അഹദും മിൻകും ബിശിമാലി, നിങ്ങളിൽ ഒരാളും ഇടത്തെ കൈകൊണ്ട് കഴിക്കാൻ പാടില്ല. വല യശ്റബന്ന ബിഹ, കുടിക്കുമ്പോഴും ഇടത്തെ കൈകൊണ്ട് കുടിക്കാൻ പാടില്ല. ഫഇന്ന ശൈത്താന യഅകുലു ബിശിമാലി വയശ്റബു ബിഹ, പിശാചാണ് യഥാർത്ഥത്തിൽ ഇടത്തെ കൈകൊണ്ട് കഴിക്കുകയും ഇടത്തെ കൈകൊണ്ട് കുടിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എത്ര ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അത് പിശാചിനോട് സാദൃശ്യപ്പെടലാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഭക്ഷണം ഇടത്തെ കൈകൊണ്ട് കഴിക്കുന്നതും വെള്ളം ഇടത്തെ കൈകൊണ്ട് കുടിക്കുന്നതും. പക്ഷെ എത്രയോ ആളുകൾക്ക് അവർക്കൊരു കുറച്ചിൽ പോലെയാണ്. പ്രത്യേകിച്ച് ഒരു 4-5 ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ അവരൊരു പുരോഗമന സദസ്സിലാണ് എന്നൊക്കെ ഒരു ബോധ്യമൊക്കെ ഉണ്ടായാൽ പിന്നെ അവനൊരു വലത്തേ കൈ കൊണ്ട് കുടിക്കാനൊക്കെ ഒരു മടി പോലെയാണ്. അവൻ ഇടത്തേ കൈ കൊണ്ടൊരു പാശ്ചാത്യനൊക്കെ പിൻപറ്റി കുടിക്കുന്നത് എന്തോ അവനൊരു വലിയ, അങ്ങനെയൊക്കെ ഇടത്തേ കൈ കൊണ്ടൊക്കെ കുടിച്ച് ഇടത്തേ കൈ കൊണ്ടൊക്കെ ഒന്ന് എടുത്ത് തിന്നൊക്കെ ചെയ്താൽ ഞാൻ എന്തോ വലിയൊരു മോഡേൺ ആയിപ്പോയി, ഞാൻ കുറച്ചൊരു പുരോഗമനൊക്കെ ബാധിച്ചു, ഞാൻ ഈ വലത്തെ കൈ കൊണ്ടൊക്കെ തന്നെ പഴഞ്ചനായിപ്പോയി, ഈ രൂപത്തിലൊക്കെ പിശാച് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. സമൂഹത്തിൽ അങ്ങനെയുള്ള വസ്വാസുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്, അങ്ങനെയുള്ള ധാരണകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. സഹോദരങ്ങൾ, ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. ഒരു മുസ്ലിം അവന് ഇസ്സത്തുള്ളവനായിരിക്കണം. അവൻ്റെ ദീനിനെ കുറിച്ചും അവനൊരു മുസ്ലിം ആണെന്നുള്ളതിനെ കുറിച്ചും ഒക്കെ അവന് ഇസ്സത്തുണ്ടാകണം. അതിനാണ് അവൻ പ്രതാപം കാണേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും പാശ്ചാത്യ സംസ്കാരത്തിലല്ല പ്രതാപം കാണേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സുന്നത്താണിത്. 7 ആകാശത്തിന് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭക്ഷണം നമുക്ക് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്നത്താണിത്. അത് ബിസ്മി ചൊല്ലി കഴിക്കാൻ, വലത്തെ കൈ കൊണ്ട് കഴിക്കാൻ, വലത്തെ കൈ കൊണ്ട് കുടിക്കാൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നു. അതോടൊപ്പം ഇടത്തെ കൈ കൊണ്ട് കുടിക്കുകയും ഇടത്തെ കൈ കൊണ്ട് കഴിക്കുകയും ചെയ്യുന്നത് അത് പിശാചാണ് എന്നുകൂടി അറിയിച്ചു തരികയാണ്.
അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാഫി അദ്ദേഹം ഇതിനോടൊപ്പം, അതായത് അബ്ദുല്ലാഹിബിൻ ഉമറിൽ നിന്നും ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് നാഫി. അദ്ദേഹം ഈ ഹദീസിനോടൊപ്പം അദ്ദേഹത്തിന്റെ വകയെ അദ്ദേഹം പറയാറുണ്ട്, വല യഖൂദു ബിഹാ വല യഅതി ബിഹാ. അതുപോലെ തന്നെ ഇടത്തെ കൈ കൊണ്ട് എടുക്കാനും ഇടത്തെ കൊണ്ട് കൊടുക്കാനും പാടില്ല. ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുകയും എന്തെങ്കിലുമൊക്കെ എടുക്കുകയും ചെയ്യുമ്പോൾ അതൊരു ഇക്രാമുള്ള, ഒരു ആദരവുള്ള കാര്യമൊക്കെ എടുക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ വലത്തെ കൈ തന്നെ ഉപയോഗിക്കണം എന്ന് പറയാണ്. അപ്പൊ പിശാജ് അവൻ ഇടത്തെ കൈ കൊണ്ടാണ് കഴിക്കുന്നത്, പിശാജ് അവൻ ഇടത്തെ കൈ കൊണ്ടാണ് കുടിക്കുന്നത്. പിശാജ് നമ്മൾ ബിസ്മില്ല ചൊല്ലാതിരുന്നാൽ അവൻ ആ ഭക്ഷണം ഹലാലായി തീരുകയാണ്, അവൻ അതിൽ നിന്നൊരു ഓഹരി ഉണ്ടാവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം സഹോദരങ്ങൾ നമുക്ക് ഓർമ്മ വേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല പറയണം. അതുപോലെ വീട്ടിൽ വാതിൽ അടക്കുന്ന സമയത്ത് ബിസ്മില്ല പറയേണ്ടതുണ്ട്. അതല്ല എങ്കിൽ പിശാചിന് ആ വീട്ടിൽ ഒരു താമസ സ്ഥലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു കേട്ട് അദ്ദേഹം പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇദാ ദഖല റജുലു ബൈത, ഒരാൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തആമിഹി, അവൻ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും ബിസ്മില്ല പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോഴും ബിസ്മില്ല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഖാല ശൈത്താൻ, പിശാജ് പറയും, ലാ മബീത ലക്കും, പിശാജിന്റെ ഒരു നേതാവ് ബാക്കിയുള്ളവർ പറയും, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ താമസമില്ല, വല അശ, ഇന്ന് അശ ഇല്ല, നിങ്ങൾക്ക് ഡിന്നർ ഇവിടെ, ഭക്ഷണം ഇവിടെ ഇല്ല എന്ന് പറയും. വഇദാ ദഖല ഫലം യദ്കുരില്ല ഇൻദ ദുഖൂലി, നിങ്ങൾ ഇനി വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ല പറയാതെയാണ് കയറിയിട്ടുള്ളെങ്കിൽ ഖാല ശൈത്താനു അദ്റക്തുമുൽ മബീത്, നിങ്ങൾക്ക് ഇന്ന് ഇവിടെ താമസിക്കാൻ സാധിക്കും. വഇദാ ലം യദ്കുരില്ല ഇൻദ തആമി, ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ബിസ്മില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ ഖാല അദ്റക്തുമുൽ മബീത വൽ അശാ, നിങ്ങൾക്ക് താമസ സൗകര്യത്തോടൊപ്പം ഭക്ഷണം ഒന്നും ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് സഹോദരങ്ങളെ പിശാജ് പറയുമെന്നാണ്, അവർ പരസ്പരം പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പോൾ പിശാജ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും കഴിക്കുകയാണെങ്കിൽ അതിന്റെ ബറക്കത്തില്ലാതായി തീരും. അപ്പോൾ എത്രയോ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല. എന്താണ് പല രോഗങ്ങൾ വരുന്നത്, എന്താണ് രോഗങ്ങൾ മാറാത്തത്, എന്താണ് വേണ്ട പോഷകങ്ങൾ കിട്ടാത്തത്, വേണ്ട രൂപത്തിലൊക്കെ ഓരോന്ന് കഴിച്ചിട്ട് മാറാത്തത്. നമ്മൾ ചിലപ്പോൾ ഇത്തരം നിസാരമായ സുന്നത്തുകൾ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയത് കൊണ്ടായിരിക്കും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു സുന്നത്തും നിശ്ചയിക്കുകയില്ല, അതിന്റെ പിന്നെ ഒരുപാട് നന്മകൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടല്ലാതെ. പിന്നെ അള്ളാഹുവിന്റെ കാരുണ്യമാണ് അത് നിർബന്ധമാക്കിയിട്ടില്ല എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നമുക്ക് നിർബന്ധമാക്കാതെ വെക്കുന്നത് അത് റബ്ബിന്റെ കാരുണ്യമാണ്. പക്ഷെ അത് പാഴാക്കി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം ഒരുപാടുണ്ട്. നമുക്ക് ഭൗതികമായ നഷ്ടവും ഉഖ്റവിയായ നഷ്ടവും പരലോകത്തുള്ള നഷ്ടവും ഒക്കെ സഹോദരങ്ങളെ അതൊരുപാടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ആരംഭത്തിൽ ബിസ്മില്ല പറയേണ്ടതുണ്ട് എന്നാണ്. രണ്ടാമത്തത് ആ ഹദീസിൽ നിന്ന് തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു, അൽ അക്ലു മിമ്മാ യലി, നമ്മുടെ തൊട്ടടുത്തുള്ളതാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അത് പ്രത്യേകിച്ച് നമ്മളൊരു തളികയിലൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ കഴിക്കേണ്ടത്. അവിടെ പണ്ഡിതന്മാർ പറയാറുണ്ട്, നമ്മുടെ എല്ലാവർക്കും കൂടി നടുവിലൊക്കെ വല്ല കാര്യങ്ങളും മാംസങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് അതിൽ നിന്നും എടുക്കാവുന്നതാണ്. അതല്ല എല്ലായിടത്തും ഒരേപോലെയുള്ള ഒരു ഭക്ഷണമാണ് എങ്കിൽ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോകുക എന്നുള്ളത് അതൊരു മര്യാദകേടാണ്. കാരണം തൊട്ട് നമ്മളെ കൂടെ കഴിക്കുന്ന ആളുകൾക്ക് അതൊരു അരോചകമായി തോന്നും, അവരുടെ മുന്നിലൊക്കെ നമ്മൾ കൈയിടുക എന്നുള്ളത്. നമ്മൾ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ മുമ്പിലുള്ളതാണ് കൈയിട്ട് കഴിക്കേണ്ടത് എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വലത്തെ കൈ കൊണ്ട് കഴിക്കുന്നതും ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരിക്കലൊരു വ്യക്തി സലമത്ത് ബിനു അൽ അക്വ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, സഹീഹ് മുസ്ലിമിലൊക്കെ വന്ന ഹദീസാണ്, അന്ന റജുലൻ അക്കല ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിമാലി, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് തിന്നു. ഫഖാൽ കുൽ ബിയമീനിക്, നീ നിന്റെ വലത്തെ കൈ കൊണ്ട് കഴിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തി ഉപദേശിച്ചു. ഖാല ലാ അസ്തതിഅ, എനിക്ക് അതിനൊന്നും സാധിക്കൂല, അതായത് കഴിവില്ല എന്നല്ല പറയുന്നു, എനിക്കങ്ങനെ വലത്തെ കൈ കൊണ്ടൊന്നും കഴിക്കാൻ പറ്റൂല. ഒരു അഹങ്കാരം, ഒരു ഗർവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്കെതിരെ പ്രാർത്ഥിച്ചു എന്നാണ്. ലസ്തതഅത്, എങ്കിൽ നിനക്കത് സാധിക്കാതിരിക്കട്ടെ. സാധിക്കൂല എന്നല്ല പറഞ്ഞു, എന്നെ കൊണ്ട് വയ്യാന്നല്ല പറഞ്ഞു, ഇനി വയ്യാതിരിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് സ്വഹാബി പറയുന്നുണ്ട്, മാ മനഅഹു ഇല്ലൽ കിബ്ർ, അയാൾ അഹങ്കാരം അല്ലാതെ വേറൊന്നും അയാൾക്ക് തടസ്സം ഉണ്ടായിട്ടില്ല. അല്ലാതെ കൈക്ക് വയ്യാനിട്ടോ തളർന്നു പോയിട്ടോ ഒന്നും അല്ല അയാൾ പറഞ്ഞത്, വെറും അഹങ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത്തെ കൈ കൊണ്ട് കഴിക്കാൻ പറഞ്ഞപ്പോൾ അയാൾക്കത് പറ്റിയില്ല. എന്നെ ആരും ഉപദേശിക്കുക എന്നാണ് ചിന്തിക്കുന്നത്. സഹോദരങ്ങൾ, ഇന്നും ആ രൂപത്തിലുള്ള ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. ഇടത്തെ കൈ കൊണ്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ വല്ല ഉപദേശിച്ചാൽ കഴിയില്ല എന്ന് തന്നെ പറയുന്ന ആളുകളെ സഹോദരങ്ങളെ കാണേണ്ടി വന്നിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള കാര്യമാണ്, നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. പിന്നീട് സഹാബി പറയാണ്, ഫമാ റഫഅഹ ഇലാ ഫീഹ്, പിന്നീട് ഈ വ്യക്തി
അദ്ദേഹത്തിന്റെ വലത്തെ കൈ എന്ത് ചെയ്തിട്ടില്ല, വായിലേക്ക് വെച്ചിട്ടില്ല. അത് അങ്ങനെ തന്നെ ആയിപ്പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലസ്തതഅത്, നിനക്ക് സാധിക്കാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അയാൾ തന്നെയാണ് പറഞ്ഞത് എനിക്ക് സാധിക്കൂല, അങ്ങനെ സാധിക്കാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒരാൾ എടുത്തിട്ടില്ല എങ്കിൽ അത് തെറ്റാണ്. അതിൽ ചിലപ്പോൾ ഹറാമായി തീരും, ചിലപ്പോൾ നമുക്കൊരു കറാഹത്തായി തീരും. പക്ഷെ അതിനോടൊരു വിമുഖത കാണിച്ചാൽ, അതൊരു സുന്നത്ത് പറയുമ്പോൾ അതിനോടൊരു അഹങ്കാരം കാണിച്ചാൽ, അങ്ങനെയൊന്നും എനിക്ക് വയ്യ, ഞാൻ വലിയ പുരോഗമനവാദിയാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്ന് പറയുകയാണെങ്കിൽ സഹോദരങ്ങളുടെ കാര്യം വേറെയാണ്, ഗൗരവമായി തീരും. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ സുന്നത്ത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു, അഖ്ദുൽ ലുഖ്മത്തി സാഖിത വ ഇമാതതു മാ ബിഹാ മിൻ അദാ വ അക്ലുഹ. നമ്മളെ കഴിക്കുന്ന ഉരുള, ഒരു വലിയൊരു ഉരുള അത് താഴേക്ക് വീണ് പോയിട്ടുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യണം, അതിൻ്റെ അഴുക്കുകളൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ അതിൽ നിന്നും കഴിക്കുക എന്ന് പറയുന്നത് അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അഥവാ നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വീണുപോയാൽ അത് അങ്ങനെ എടുത്ത് കഴിക്കുകയാണ് എങ്കിൽ അതിൽ വലിയ സുന്നത്തുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. കാരണം പിശാചിന് അത് ലഭിക്കുകയില്ല. അവിടുന്ന് ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ശൈത്താന യഹ്ലു അഹദകും ഇൻദ കുല്ലി ഷൈഇൻ മിൻ ശഅനി. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തീർച്ചയായും പിശാച് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും പിശാച് ഇടപെടുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരുങ്ങിയാലും പിശാച് അവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അതിലൊരു അലങ്കോലം ഉണ്ടാക്കാൻ, അതിലൊരു ഫിത്ന ഉണ്ടാക്കാൻ പിശാച് എല്ലാത്തിനും ഉണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കണം. എല്ലാത്തിനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഹത്താ യഹ്ദുറഹു ഇൻദ തആമി, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പിശാച് അവിടെ വരും. ഫഇദാ സഖതത് മിൻ അഹദികുമുൽ ലുഖ്മ, നിങ്ങൾ കഴിക്കുമ്പോൾ ഒരു ഉരുള അത് താഴേക്ക് വീഴുകയാണ് എങ്കിൽ ഫൽയുമിത് മാ കാന ബിഹാ മിൻ അദ, അതിലുള്ള അഴുക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യട്ടെ, അത് ശരിക്കും വൃത്തിയാക്കട്ടെ. സുമ്മ ലിയകുലഹ, പിന്നെ നിങ്ങൾ അതിൽ നിന്നും കഴിക്കട്ടെ. വലാ യദ്അഹാ ലിശ്ശൈത്താൻ, നിങ്ങളത് പിശാചിന് വിട്ടുകൊടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് പിശാചിന് വിട്ടുകൊടുക്കരുത്. അത് പണ്ഡിതന്മാർ പറഞ്ഞു, വലിയൊരു ഉരുള അതങ്ങനെ താഴേക്ക് വീണ് പോയിട്ടുണ്ട് എങ്കിൽ അത് അഴുക്കായി എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കേണ്ടതില്ല. എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു വലിയ അഴുക്ക് ചാലിലൊന്നും കൂടെ നമ്മൾ എടുക്കണം എന്നല്ല, അല്ലെ? അത് ശരീഅത്ത് താല്പര്യപ്പെടുന്ന കാര്യമല്ല. നമുക്ക് വലിയ രോഗം ബാധിക്കാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള വല്ല സ്ഥലത്തും വീണിട്ടുണ്ട് എങ്കിൽ നമുക്കത് നിർബന്ധമുള്ള കാര്യമല്ല. എന്നാൽ അതല്ല, നമ്മൾ കഴിക്കുന്ന ഒരു തളികയിൽ അവിടെ നമ്മൾ സാധാരണ നമ്മുടെ ഡൈനിങ് ടേബിളിൽ വീണാൽ നമ്മളത് അങ്ങനെ ഒഴിവാക്കി കളയുക എന്നുള്ളതല്ല. മറിച്ചത് അതിൽ വല്ല പൊടിയും പറ്റിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിന് കുറെ ആദാബുകളൊക്കെ പഠിപ്പിച്ചത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ രൂപത്തിൽ നമ്മൾ ഭക്ഷണം താഴേക്ക് വീഴാത്ത രൂപത്തിലൊക്കെ നമ്മൾ കഴിക്കാൻ പഠിച്ചാൽ നമുക്ക് കിട്ടിയ മുഴുവൻ ഭക്ഷണം നമുക്ക് തന്നെ കഴിക്കാൻ പറ്റും. നമ്മളത് ബാക്കി വെച്ചിട്ട് പിശാചിന് കൊടുക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടാവുകയില്ല. എന്നിട്ട് പറഞ്ഞു, ഫഇദാ ഫറഗ, ഭക്ഷണത്തിൽ നിന്നും വിരമിച്ചാൽ ഫലിയഅലഖ് അസാബിഅഹു, അവന്റെ വിരലുകൾ അത് എന്ത് ചെയ്യട്ടെ, ആ വിരലുകൾ അവൻ നക്കിക്കൊള്ളട്ടെ. ഫഇന്നഹു ലാ യദ്രി ഫി അയ്യി തആമിഹി തകൂനുൽ ബറക, കാരണം അവൻ അറിയില്ല ഭക്ഷണത്തിന്റെ എവിടെയാണ് അള്ളാഹു ബറക്കത്ത് വെച്ചിട്ടുള്ളത്. ബറക്കത്ത് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് ഏതിലാണ് വെച്ചത് നമുക്ക് അറിയില്ല. നമ്മളൊരു പ്ലേറ്റ് കഴിക്കുമ്പോൾ, അല്ല നമ്മളിപ്പോൾ 2 പീസ് എന്തെങ്കിലും ഒരു കഷ്ണം കഴിക്കുമ്പോൾ അതിലേത് കഷ്ണത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അവസാനം നമ്മൾ വിരലിൽ പറ്റി നിൽക്കുന്ന ആ ബാക്കി ഭക്ഷണത്തിലിരിക്കും, അതിലിരിക്കും ബറക്കത്തുണ്ട്. ഈ കഴിച്ചതിനൊന്നും കൊണ്ടൊരു ഉപകാരം നമുക്ക് ചിലപ്പോൾ കിട്ടുകയില്ല. അതുപോലെ ചിലപ്പോൾ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ വിരലിലുള്ളതും നമ്മൾ എന്ത് ചെയ്യട്ടെ, നക്കി എടുത്തുകൊള്ളട്ടെ. കാരണം ഫഇന്നഹു ലാ യദ്രി ഫി അയ്യി തആമിഹി തകൂനുൽ ബറക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം ഒരു മനുഷ്യൻ അറിയില്ല അവന്റെ ഏത് ഭക്ഷണത്തിലാണ് ബറക്കത്തുള്ളത് എന്നുള്ളത് അറിയില്ല എന്ന് പറയാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. മൂന്നാമത് അദ്ദേഹം ഈ ഹദീസിൽ തന്നെ കൊടുത്തുള്ള ഇഖുൽ അസാബിഅ, വിരലുകൾ നക്കിയെടുക്കുക എന്നുള്ളതാണ്. ഹദീസിൽ കാണാം, ഇദാ അകല അഹദുകും ഫലാ യംസഹ് യദഹു ഹത്താ യൽഅഖഹ ഔ യുൽഇഖഹ, നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ അത് നക്കിയെടുക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നക്കിപ്പിക്കുക. മറ്റൊരാളെ കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, അവനെ ഇഷ്ടപ്പെടുന്ന അവന്റെ ഭാര്യയെ പോലെയുള്ള, അല്ലാതെ വേറെ ആരും അത് ഇഷ്ടപ്പെടുകയില്ല, അവന്റെ ഭാര്യയെ പോലെയുള്ള അല്ലെങ്കിൽ അവന്റെ കുട്ടികളെ പോലെയുള്ള അങ്ങനെയുള്ള ആളെ കൊണ്ട് അത് നക്കിക്കുകയോ അല്ലെങ്കിൽ അവൻ തന്നെ സ്വയം നക്കുകയോ ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, തുടച്ചു കളയുക. ഭക്ഷണം കഴിച്ചിട്ട് നേരെ അങ്ങനെ തുടച്ചു കളയുക എന്നുള്ളത് പാടില്ല. ഭക്ഷണത്തിന്റെ പറ്റും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കണം. ചില റിവായത്തിൽ വല യംസഹ് യദഹു ബിൽ മിൻദീൽ, അവനൊരാൾ ടിഷ്യൂ കൊണ്ട്, ടവൽ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, അത് തുടച്ചു കളയാൻ പാടില്ല. ഹത്താ യൽഅഖ അസാബിഅ, അവന്റെ വിരലുകൾ നക്കിയെടുക്കുന്നത് വരെ. ഫൈനഹു ലാ യദ്രി ഫി അയ്യി തആമിഹി അൽ ബറക, കാരണം ഒരു മനുഷ്യൻ അറിയില്ല ഭക്ഷണത്തിന്റെ എവിടെയാണ് ബറക്കത്തുള്ളത് എന്നറിയില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇതൊക്കെ സുന്നത്തല്ലേ എന്ന് ഞാൻ ഒഴിവാക്കുന്നതിന് പകരം അങ്ങനെ വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ സുന്നത്ത് സൽത്തുൽ ഖസ്അ.
ഖസ്അ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന പാത്രത്തിനാണ് ഖസ്അ എന്ന് പറയുന്നത്. ഖസ്അ എന്ന് പറയുന്ന അറബി വാക്കാണ്. എനിക്ക് തോന്നുന്നു അതിൽ നിന്നായിരിക്കണം മലയാളത്തിൽ കാസ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. കാസ എന്ന് ഭക്ഷണ പാത്രത്തിന് പറയാറുണ്ട്. ഖസ്അത്തുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണ കറികളൊക്കെ ഉണ്ടാക്കുന്ന പാത്രമാണ്. അപ്പം അങ്ങനെയുള്ള പാത്രം ഉണ്ടായാൽ അങ്ങനെയുള്ള ഭക്ഷണത്തിൽ നിന്നും സഹോദരങ്ങളെ അതിൽ നിന്നും അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വടിച്ച് കഴിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഅമറന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചു അന്നസ്ലുതൽ ഖസ്അഹ്, അന്നസ്ലുതൽ ഖസ്അഹ്, നിങ്ങളുടെ പാചകം ചെയ്ത പാത്രം അത് നല്ല വൃത്തിയായി കഴിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. വല്യസ്ലുത് അഹദുകുമുസ് സഫ്ഹ, അതുപോലെ ഭക്ഷണ തളിക ഒരാൾ അത് കൃത്യമായി വൃത്തിയാക്കിക്കൊള്ളട്ടെ എന്ന് സഹോദരങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം പറയാണ്, ഖാല ശൈഖുന ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയാണ്, അമറഹു ബി ഇസ്ലാത്തി സഹനി ഔൽ ഖസ്അ, ഒന്നുകിൽ ഭക്ഷണ തളിക അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രം അത് പൂർണ്ണമായി വടിച്ചെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വഹുവൽ ഇനാഉ അല്ലദീ ഫീഹി അത്ത്അം, ഭക്ഷണമുള്ള പാത്രത്തിനാണ് അത് പറയുന്നത്. ഫഇദാ ഇൻതഹൈത ഫഅസ്ലിതുഹു, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങളത് വൃത്തിയാക്കണം. ബിമഅന അൻ തത്തബിഅ മാ അലഖ ഫീഹി മിൻ തുആമിൻ ബിഅസാബിഅക്, അത് അതിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിരൽ കൊണ്ട് നീ എന്ത് ചെയ്യണം? അത് എടുക്കുക. വതൽഅഖുഹ, എന്നിട്ട് അതിൽ വിരൽ ഇങ്ങനെ നക്കുക, അങ്ങനെ നക്കി ഭക്ഷണം അത് എടുക്കുക. ഫഹാദ അയ്ളൻ മിനസ് സുന്ന അല്ലതി ഗഫല കസീറുൻ മിനൻ നാസ് മഅൽ അസിഫ് ഹത്താ മിൻ തലബത്തിൽ ഇൽമ അയ്ളൻ, ഇത് ജനങ്ങളിൽ ഒരുപാട് ആളുകൾ അശ്രദ്ധയിലായി പോയിട്ടുള്ള ഒരു സുന്നത്താണ്. നമ്മൾ ഭക്ഷണ തളിക അത് വടിച്ചെടുക്കുക, അതുപോലെ കറിയൊക്കെ ഉണ്ടാക്കിയ പാത്രമൊക്കെ അങ്ങനെ വടിച്ചെടുക്കുക. അദ്ദേഹം പറഞ്ഞു ഹത്താ മിൻ തലബത്തിൽ ഇൽമ, ഇൽമ പഠിക്കുന്ന ആളുകൾ പോലും ഇതൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ഇദാ ഫറഗു മിനൽ അക്ൽ വജദൽ ജിഹ അല്ലതി തലീഹിം മാ സാലൽ അക്ലു ബാക്കിയൻ ഫിഹാ, അതുകൊണ്ട് തന്നെ അവർ ഭക്ഷണം കഴിച്ചാൽ അവർ കഴിച്ചോടത്തൊക്കെ ഭക്ഷണം അങ്ങനെ ബാക്കി വെച്ചിട്ട് പോകുന്നത് കാണാൻ സാധിക്കും. ലാ യൽഅഖൂന മാ ഫി സഫ്ഹ, അവരുടെ പാത്രത്തിലുള്ളതൊന്നും അവർ നക്കിയെടുക്കുന്നില്ല. വഹാദ ഖിലാഫു മാ അമറ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിനെതിരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഭക്ഷണം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അല്ല ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവസാനം ഈ ഭക്ഷണപാത്രം നക്കിയെടുക്കലോ വൃത്തിയാക്കലോ ഒക്കെ പറ്റൂല, കുറേ ബാക്കിയായി പോകും. അപ്പോൾ ആവശ്യത്തിനുള്ളത് എടുക്കുക. ഇതൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ ആ സുന്നത്തൊക്കെ നമുക്ക് ശരിക്കും കിട്ടും. ഈ പറയുന്ന ബറക്കത്തൊക്കെ പരമാവധി കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ആറാമത്തെ കാര്യം അൽ അക്ലു ബി സലാസി അസ്വാബിഅ, 3 വിരൽ കൊണ്ട് ഭക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇത് അരി ഭക്ഷണം പോലെയുള്ള കാര്യങ്ങൾക്ക് ബാധകമല്ല. മഹാന്മാരായ ഉലമാക്കൾ അത് വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത തെമ്ര്, ഖുബ്സ്, ഇതൊക്കെ നമുക്ക് 3 വിരൽ കൊണ്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കുക എന്നുള്ള സുന്നത്താണ്. ഹദീസ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു ബിസലാസി അസാബിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിരൽ കൊണ്ട് ഭക്ഷിക്കുമായിരുന്നു. വയൽഅഖു യദഹു ഖബ്ല അൻ യംസഹഹ, നേരത്തെ പറഞ്ഞത് തന്നെ ഭക്ഷണം അത് കഴിച്ചതിന് ശേഷം തുടക്കുന്നതിന് മുമ്പ് അവിടുന്ന് നക്കിയെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, യംബഗി ലിൽ ഇൻസാനി അൻ യഅകുല ബിസലാസി അസാബിഅ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 3 വിരൽ കൊണ്ട് അവൻ കഴിക്കൽ അത് നല്ലതാണ്. അൽ വുസ്ത, ഒന്ന് വുസ്തയാണ്. എന്താണ് വുസ്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ തള്ളവിരൽ, വസ്സബാബ നമ്മുടെ ചൂണ്ടുവിരൽ, വൽ അഫ്വൻ നടുവിരലാണ് വുസ്ത, അസ്സബാബ വൽ ഇബ്ഹാം, ഇബ്ഹാം എന്ന് പറഞ്ഞാൽ തള്ളവിരൽ. ഈ 3 വിരലും കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. 3 വിരൽ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് വിനയത്തിന്റെ ഒരു ലക്ഷണമാണ് എന്നാണ് പറയുന്നത്. കുറച്ച് മാത്രം അങ്ങനെ എടുത്തു കഴിക്കുക എന്നുള്ളത് വിനയത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇത് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമുക്കങ്ങനെ കഴിക്കാൻ പറ്റാത്തതായ അരിഭക്ഷണം പോലെയുള്ളതാണ് എങ്കിൽ അത് കുഴപ്പമില്ല, അതങ്ങനെ ചെയ്യേണ്ടതില്ല. എന്നാൽ അതല്ലാത്ത ഭക്ഷണങ്ങൾ സാധിക്കുമെങ്കിൽ അങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. 7ാമത്തെ ഒരു സുന്നത്ത് അത്തനഫുസു ഖാരിജൽ ഇനാഇ സലാസ, വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ ശ്വാസം പുറത്തേക്കാണ് വിടേണ്ടത്. അത് വെള്ളത്തിന്റെ പാത്രത്തിൽ തന്നെ ശ്വസിക്കുക എന്നുള്ളത് അത് നല്ലതല്ല. അതാണ് കുടിക്കുന്നതിന് ഏറ്റവും, ദാഹം മാറാൻ ഏറ്റവും നല്ലത്, ഏറ്റവും സുരക്ഷിതമായത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതനഫസു ഫി ശറാബി സലാസ, ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് അവിടുന്ന് 3 പ്രാവശ്യം പുറത്തേക്ക് ശ്വാസം വിട്ടിട്ടാണ് കുടിക്കാറുള്ളത്. അങ്ങനെ കുടിക്കില്ല, അങ്ങനെ പുറത്തേക്ക് ശ്വാസം വിട്ടിട്ടാണ് കുടിക്കാറുള്ളത്. വയഖൂലു ഇന്നഹു അർവാ വ അബ്റ വ അംറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും ദാഹം ശമിക്കാനും ഏറ്റവും സുരക്ഷിതമായതും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറയാണ്. അപ്പൊ വെള്ളം കുടിക്കുന്ന സമയത്ത് അങ്ങനെ കുടിക്കുക, ഒരൊറ്റ വലിക്ക് അങ്ങനെ കുടിക്കുക എന്ന് പറയുന്നത് അത് ദാഹത്തിനും നല്ലതല്ല എന്നാണ് പറയുന്നത്. ശരീരത്തിനും നല്ലതല്ല. ശരീരത്തിനും ദാഹം മാറാനൊക്കെ ഏറ്റവും നല്ലത് ഇങ്ങനെ മുറിച്ച് മുറിച്ച് കുടിക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ശരിബ അഹദുക്കും ഫലാ യതനഫസ് ഫിൽ ഇനാ. നിങ്ങൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ആ പാത്രത്തിൽ തന്നെ നിങ്ങൾ നിശ്വസിക്കാൻ പാടില്ല, പാത്രത്തിൽ നിങ്ങളുടെ ശ്വാസം അത് വിടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. അതായത് ഏത് 3 കാര്യങ്ങളാണ് പറഞ്ഞത്, നിങ്ങളുടെ ദാഹം മാറാൻ ഏറ്റവും നല്ലത് അതാണ്. അതുപോലെ നിങ്ങൾക്ക് മറ്റു രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് രോഗങ്ങളില്ലാതിരിക്കാൻ ആ വെള്ളം കൊണ്ട് കിട്ടുന്ന പരമാവധി ഉപകാരം കിട്ടണമെങ്കിൽ അത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അങ്ങനെ തന്നെ കുടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 8ാമത്തെ സുന്നത്ത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഹംദുലില്ലാഹി തആല ബഅദ തആം, ഭക്ഷണത്തിന് ശേഷം അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കുക എന്നുള്ള കാര്യമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയർള അനിൽ അബ്ദ്, ഒരു അടിമയുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടും, അയ്യകുല അൽ അക്ല ഫയഹ്മദഹു അലൈഹ, ഒരാളൊരു ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭക്ഷണം കഴിച്ചതിൽ അവനെ തൃപ്തിപ്പെടുകയാണ്. ഔ യശ്റബ ശർബ ഫയഹ്മദഹു അലൈഹ, അല്ലെങ്കിൽ അവനൊരു പാനീയം കുടിച്ചു എന്നിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ ഈ ചെയ്തതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൃപ്തിപ്പെടുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് വലിയ ഖൈറുള്ള കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വഖലീലുൻ മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ വളരെ കുറഞ്ഞ ആളുകളെ നന്ദി കാണിക്കുന്നുള്ളൂ. അപ്പൊ അല്ലാഹു തആലയാണ് നൽകിയത്. ഇത് എന്തെല്ലാം കാര്യങ്ങൾ, ആ നന്ദി അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി നൽകിയ വെള്ളം കൊണ്ടാണ് ഇവിടെ ഈ വെള്ളം കുടിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ മുളച്ചു പൊന്തുന്നത്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, അത് പണിയെടുക്കാനുള്ള കഴിവ് നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അങ്ങനെ അത് മുളക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അവന്റെ ഖുദ്റത്താണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മേശ മുകളിലേക്ക് എത്തുന്നത് അത് അള്ളാഹു നമുക്ക് നൽകിയ സാമ്പത്തികമായ കഴിവുകൊണ്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ടാണ് നമുക്കത് കിട്ടിയത്. അത് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇനി കിട്ടിയ ആളുകൾക്ക് തന്നെ എത്രയോ ആളുകൾക്ക് അത് കഴിക്കാൻ പറ്റുന്നില്ല. അള്ളാഹു തആല അങ്ങനെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനി കിട്ടിയതിന് ശേഷം ഇതിനൊരു അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന അറിവും റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് പഠിപ്പിച്ചു തന്നത്. ഇത് പഠിക്കാത്ത, ഈ അറിവ് എത്താത്ത എത്ര ആളുകൾ. അങ്ങനെ പഠിച്ചതിന് ശേഷം ഓർമ്മയോടുകൂടി അത് ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്നു. ഇതെല്ലാം നമുക്ക് അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹമാണ്. അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ അൽഹംദുലില്ലക്ക് നമ്മൾ വേറൊരു അൽഹംദുലില്ല പറയണം എന്നാണ്. അത് അൽഹംദുലില്ല ഹംദ് ഒരിക്കലും നിൽക്കുകയില്ല. കാരണം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പറ്റിയത്. അതിനൊരു അൽഹംദുലില്ലാഹ് നമ്മൾ പറയണം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റിയാൽ അത് തീരാത്ത രൂപത്തിൽ അങ്ങനെ പോകും എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അതല്ലാത്ത പ്രാർത്ഥനകളുണ്ട്. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അൽഹംദുലില്ലാഹ് അല്ലദി അത്അമനി ഹാദാ, അൽഹംദുലില്ലാഹ് അവനാണ് എന്നെ ഇത് ഭക്ഷിപ്പിച്ചത്. എനിക്കൊരു കഴിവുണ്ടായിട്ടില്ല, എനിക്കൊരു ശക്തി ഉണ്ടായിട്ടില്ല. എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയതിന്റെ പേരിൽ ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന് സ്തുതി പറയുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അത് നമ്മുടെ പ്രാർത്ഥനയുടെ കിതാബുകളിൽ നിന്നും നമ്മൾ പഠിക്കുക. ഏറ്റവും കുറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ ഒരാൾക്ക് സാധിക്കണം. 9ാമത്തെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട മര്യാദയിൽപ്പെട്ടതാണ് അൽ ഇജ്തിമാഉ അല തആം, ഭക്ഷണത്തിന് വേണ്ടി ഒരുമിക്കുക എന്നുള്ളത്. ഓരോരുത്തരും ഓരോ സമയത്ത് കഴിക്കുന്നതിന് പകരം, ഓരോരുത്തരും ഓരോ സ്ഥലത്തിരുന്ന് കഴിക്കുന്നതിന് പകരം എല്ലാവരും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് കഴിക്കുകയാണ് എങ്കിൽ അതിൽ സുന്നത്തുണ്ട്, അതിൽ ബറക്കത്തുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തആമുൽ വാഹിദി യക്ഫിൽ ഇസ്നൈൻ, ഒരാളുടെ ഭക്ഷണം രണ്ടാൾക്ക് മതിയാകും. വതആമുൽ ഇസ്നൈൻ യക്ഫി അൽ അർബഅ, രണ്ടാളുടെ ഭക്ഷണം 4 ആൾക്ക് മതിയാകും. വതആമുൽ അർബഅതി യക്ഫി 8, 4 ആളുടെ ഭക്ഷണം അത് 8 ആൾക്ക് മതിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുലു ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ ഒരുമിച്ച് തന്നെ കഴിക്കുക, നിങ്ങൾ വേറെ വേറെയായി കഴിക്കരുത്. ഫഇന്ന തആമൽ വാഹിദി യക്ഫിൽ ഇസ്നൈൻ, നിങ്ങൾ ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരാൾ കഴിക്കുന്നത് തന്നെ 2 ആളുകൾക്ക് കഴിക്കാൻ പറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, വലി തസ്മിയതി ഫി അവ്വൽ തആമി വശറാബ്, ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും അതിന്റെ ആദ്യത്തിൽ ബിസ്മി പറയുക എന്നുള്ളതിലും, വഹംദില്ലാഹി ഫി ആഖിരിഹി, അവസാനത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിലും,
തഅ്സീറുൻ അജീബുൻ ഫീ നഫ്ഇഹി വസ്തിംറാഇഹി. അതിൽ വലിയ അത്ഭുതകരമായ സ്വാധീനങ്ങളുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങളിലും അത് നിലനിൽക്കുന്നതിലൊക്കെ വലിയ വലിയ സ്വാധീനമുണ്ട്. വദഫ്ഇ മദറതിഹി, ഈ ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ പാനീയത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ട് എങ്കിൽ തുടക്കത്തിലുള്ള ബിസ്മില്ലയും അവസാനത്തിലുള്ള അൽഹംദുലില്ലയും അതിനെ ചെറുക്കുമെന്നാണ് പറയുന്നത്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഖാല ഇമാം മുഹമ്മദ് റഹിമഹുല്ലാ, എന്നിട്ട് അദ്ദേഹം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇമാം അഹ്മദ് പറയാണ്, ഇദാ ജമഅ അത്'ആമ അർബഅ ഫഖദ് കമുൽ. ഭക്ഷണത്തിന്റെ ഒരു കാര്യത്തിൽ ഒരാൾ 4 കാര്യം ശ്രദ്ധിച്ചാൽ അത് പൂർത്തിയായി. ഇദാ ദുകിറ ഇസ്മുല്ലാഹി ഫി അവ്വലി, അതിന്റെ ആദ്യത്തിൽ ബിസ്മില്ല പറയുക. വ ഹമിദല്ലാഹു ഫി ആഖിരി, അവസാനത്തിൽ അല്ലാഹു സ്തുതിക്കപ്പെടുക, അൽഹംദുലില്ലാ എന്ന് പറയുക. വകസ്റതു അലൈഹി അൽ ഐദി, ഒരുപാട് കൈകൾ ഒരു ഭക്ഷണത്തിൽ ഉണ്ടാവുക. വകാന മിൻ ഹല്ലിൻ, അത് ഹലാലായ ഭക്ഷണവുമാവുക. എങ്കിൽ ഈ 4 കാര്യങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ ഒരാളുടെ ഭക്ഷണം അത് പൂർത്തിയായി, നല്ല ഭക്ഷണമായി എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നത് സാദുൽ മആദിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയുന്ന സുന്നത്തുകളൊക്കെ പരമാവധി തന്നെ നമ്മൾ പാലിക്കുക. അതുകൊണ്ടാണ് ബിസ്മില്ല എന്നുള്ളതിന്റെ പ്രാധാന്യം നോക്കൂ. ഒരാൾ മറന്നുപോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? മറന്നാൽ കഴിഞ്ഞു എന്നല്ല, ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു. അല്ല, അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് എപ്പോഴാണ് ഓർമ്മ വരുന്നത് അപ്പോൾ പറയട്ടെ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. 10ാമത്തെ സുന്നത്ത് മദ്ഹു തആമി ഇദാ അഅജബഹു, ഒരു ഭക്ഷണം ഇഷ്ടപ്പെട്ടാൽ അതിനെ പുകഴ്ത്തുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലാണ്. അദ്ദേഹം പറയുന്നത് സംശയമില്ല, ഉള്ള കാര്യം പറയേണ്ടതുള്ളൂ. ഇല്ലാത്ത കളവ് വെച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ടേസ്റ്റും ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ കളവ് പറഞ്ഞ് ഭയങ്കര ഭക്ഷണം എന്ന് പറയാനല്ല, മറിച്ചൊരു ഭക്ഷണം നിനക്ക് ഇഷ്ടപ്പെട്ടാൽ നീ എന്ത് ചെയ്യണം? അത് നല്ല രീതിയിൽ അതിനെ പുകഴ്ത്തുക എന്നുള്ളത് സഹോദരങ്ങളെ അത് വളരെ ഗൗരവത്തിലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വഹാദ അയ്ളൻ മിൻ ഹദീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഇദാ അഅജബഹു അത്'ആമ അസ്ന അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽപ്പെട്ട കാര്യമാണ്, ഒരു ഭക്ഷണം ഇഷ്ടപ്പെട്ടാൽ അതിനെ പുകഴ്ത്തും, നല്ല ഭക്ഷണമാണ്, നല്ലതാണ് എന്ന് പറയും. വകദാലിക മസലൻ ലൗ അസ്നൈത അലൽ ഖുബ്സ്, ഒരു ഖുബ്സ് കിട്ടി, എന്നിട്ട് അത് നല്ലതായി നിങ്ങൾക്ക് തോന്നിയാൽ നീ പറയും നിഅമൽ ഖുബ്സ് ഖുബ്സ് ബുനിയ ഫുലാൻ, ഇന്ന വ്യക്തി ഉണ്ടാക്കിയ എത്ര നല്ല ഖുബ്സാണ്. ഔ മാ അശ്ബഹ ദാലിക ഫഹാദ അയ്ളൻ സുന്നത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതും റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. നല്ലൊരു ഭക്ഷണം കണ്ടാൽ, നല്ലൊരു ഭക്ഷണം ഒരാൾ ഉണ്ടാക്കി തന്നാൽ അത് നല്ല ഭക്ഷണമാണെങ്കിൽ അത് പറയുക, അങ്ങനെ എണീറ്റ് പോകുന്നതിന് പകരം നല്ല ഭക്ഷണമാണെങ്കിൽ, നല്ല കറിയാണെങ്കിൽ അതിനെ ഒന്ന് പുകഴ്ത്തുക, നല്ല ഭക്ഷണമാണ് എന്നുള്ളത് സഹോദരങ്ങൾ നല്ലൊരു കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ജനങ്ങൾ ഭക്ഷണത്തിന് നല്ലത് പറയുന്നില്ല എന്നത് പോട്ടെ, അവർ ഭക്ഷണത്തിന് കുറ്റം പറയുന്നു എന്നുള്ളതാണ് ഗൗരവമുള്ള കാര്യം. നമ്മളൊരു കാര്യം നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോട്ടെ, പക്ഷേ അതിന് കുറ്റം പറയുക എന്ന് പറയുന്നത് ശരീഅത്ത് അങ്ങേയറ്റം വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഭക്ഷണത്തിന് കുറ്റം പറയുക എന്നുള്ളത് പാടില്ല. ഇമാം ബുഖാരി മുസ്ലിമും റഹിമഹുല്ലാഹ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ ആബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭക്ഷണത്തെയും ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭക്ഷണത്തെയും ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല. ഇൻ ഇഷ്തഹാഹു അക്കല, ഇഷ്ടപ്പെട്ടാൽ കഴിക്കും. അതിനർത്ഥം നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്ത് ഭക്ഷണം കിട്ടിയാലൊക്കെ കഴിക്കണം എന്നല്ല. ഇനി ഇഷ്ടഹാവു അക്കല, ഇഷ്ടപ്പെട്ടാൽ അത് കഴിക്കും. വൈല്ലാത്ത അറക്ക, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കും. ഇപ്പൊ നമുക്കൊന്നും പറ്റിയില്ല, ഒരു ഭക്ഷണം കൊണ്ടുവന്നത് പറ്റിയില്ല, ഒരാൾ ഉണ്ടാക്കി തന്ന് കൊണ്ടുപോകാൻ പറ്റി കഴിക്കണം എന്നില്ല, നിർബന്ധമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? അത് ഒഴിവാക്കി മാറ്റി വെക്കാം. പക്ഷെ അതിനെ കുറ്റം പറയുക എന്നുള്ളത് അത് ശരിയല്ല. അത് സഹോദരങ്ങളെ, ചിലര് അത് ചിലപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടൊക്കെ വാങ്ങിക്കാൻ പിന്നെ നമുക്ക് എന്തും പറയാമെന്ന, അതും ശരിയായ കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്തു, അവിടെ പോയി ഒരു ഭക്ഷണം ഉണ്ടാക്കി, അതിനെങ്ങനെ കുറ്റം പറഞ്ഞ് അതിനെ മോശമാക്കുക, അതിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്തത് കിട്ടും, അത് ഒഴിവാക്കി വെക്കാം, പിന്നെ അവിടെ പോകേണ്ടതില്ല, അല്ലെങ്കിൽ ആ ഭക്ഷണം നമ്മൾ വാങ്ങിക്കേണ്ടതില്ല. അതല്ലാതെ നമ്മൾ ഭക്ഷണത്തെ കുറ്റം പറയുക എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ യഥാർത്ഥത്തിൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഓരോ വ്യക്തിയും അത് നന്നാക്കണം എന്ന് തന്നെ ആഗ്രഹിച്ചിട്ടാണ് ഉണ്ടാക്കുക, ആരും മോശമാക്കണം എന്ന് ആഗ്രഹിക്കുകയില്ല. ചിലപ്പോൾ അയാളുടെ ഇത് പറ്റുന്നുണ്ടാക്കുക, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി ചില ഭക്ഷണങ്ങൾ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് വേറെ പറ്റും. അല്ല, ചില നാടുകളിലൊക്കെയുള്ള ഭക്ഷണങ്ങൾ അവർ വളരെ പ്രിയകരമായി കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ നമുക്ക് തീരെ ഒന്നും പറ്റൂല, ചിലപ്പോൾ നമുക്ക് വായിൽ വെക്കാൻ തോന്നാത്ത രൂപത്തിലുള്ള ഭക്ഷണമായിരിക്കും, പക്ഷെ അവർക്ക് ഭയങ്കര ഭക്ഷണമായിരിക്കും. അപ്പോൾ ഭക്ഷണം അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും ഓരോ പ്രകൃതമാണ് നൽകിയിട്ടുള്ളത്, ഓരോരുത്തർക്കും ഓരോ രുചിയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റം പറയുക, ആ ഭക്ഷണത്തെ കളിയാക്കുക, അത് ശരിയായ കാര്യമല്ല. മറിച്ച് ഇഷ്ടമാണ് കഴിക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക, അത് മാത്രമേ നമുക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ഭക്ഷണത്തെ അത് കൊച്ചാക്കുക, കളിയാക്കുക എന്നത് ശരിയല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ പറയുന്ന നമുക്ക് കിട്ടുന്ന വളരെ കുറഞ്ഞ ഒരു രുചിയില്ലാത്ത ഭക്ഷണം, ആ ഭക്ഷണം കിട്ടാത്ത ആളുകൾ എത്രയുണ്ട് അല്ലേ? ആ ഭക്ഷണം കിട്ടാത്ത ആളുകൾ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചേക്കാം. നമ്മൾ ഭക്ഷണത്തെ കളിയാക്കുകയോ കുറ്റം പറയുകയോ ചെയ്താൽ
പിന്നീട് ചിലപ്പോൾ നമുക്കത് ആ നിഅമത്ത് നമ്മൾ ഉയർത്തിയേക്കാം. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 11ാമത്തെ സുന്നത്തായിട്ട് അദ്ദേഹം പറയുന്നു അദ്ദുആഉ ലിസാഹിബിത് തആം. ഭക്ഷണം നമുക്ക് നൽകിയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇതേപോലെ ഒരാളുടെ അടുക്കൽ ഭക്ഷണം കഴിക്കാൻ പോയതിനു ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടുന്ന് പ്രാർത്ഥിച്ചത് വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും. അല്ലാഹു നീ അവർക്ക് നൽകിയതിൽ നിന്നും അല്ലാഹു ബറക്കത്ത് കൊടുക്കുകയാണ്. അല്ലാഹു ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കണം, ബറക്കത്ത് കൊടുക്കണം. വഗ്ഫിർ ലഹും, അതുപോലെ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലാഹു നീ പുറത്തു കൊടുക്കണം. വർഹംഹും, അവർക്ക് കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുകയാണ്. ആരാണോ നമുക്ക് ഭക്ഷണം നൽകുന്നത്, അത് കൊണ്ടുവന്നാലും ശരി, നമ്മൾ ഒരാളുടെ അടുക്കൽ പോയി കഴിച്ചാലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരാൾ നമുക്ക് വേണ്ടി തയ്യാറാക്കിയത് എങ്ങനെയായാലും ശരി, നമ്മുടെ ഭക്ഷണത്തിന് ഒരു പണം ഒരാൾ കൊടുത്തു, എന്താണെങ്കിലും ശരി, ഇതൊക്കെ അയാൾ നമുക്ക് ഭക്ഷണം ഹദിയായി നൽകുക. അപ്പം ആ സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് സഹോദരങ്ങൾ സുന്നത്താണ്. നമ്മൾ അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് മലക്കുകളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിനക്കും അങ്ങനെയുള്ളത് കിട്ടട്ടെ, അള്ളാഹു നമുക്കും റിസ്ക് വർദ്ധിപ്പിച്ചു തരും, നമ്മുടെ പാപം പുറത്തു തരും, നമ്മുടെ കാരുണ്യം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. എന്നിട്ട് അദ്ദേഹം കൊടുക്കുന്നു വമിന സുന്നത്തി ഹത്ത വഇൻ കാന സായിമൻ അൻ യഹ്ദുറൽ വലീമ. സുന്നത്തിൽപ്പെട്ടതാണ് ഒരാൾ നോമ്പുകാരനാണെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹാജരാകുക എന്നുള്ളത്. വയദുഉ ലിസാഹിബിത് തആം, എന്നിട്ട് ഭക്ഷണം തയ്യാറാക്കിയ ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. വലൗ ലം യഅകുൽ, അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് തെളിവായി അദ്ദേഹം കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ദുഇയ അഹദുക്കും ഫൽയുജിബ്. ആരെങ്കിലും നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതിന് ഉത്തരം ചെയ്യട്ടെ. ഫൈൻ കാന സായിമൻ ഫൽയുസല്ലി, അവൻ നോമ്പുകാരനാണെങ്കിൽ ഫല്യുസല്ലി ഐ ഫയ്യദുഉ, ദുആ ചെയ്യട്ടെ, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യട്ടെ, നോമ്പുകാരനാണ് ദുആ ചെയ്യട്ടെ. വൈൻ കാന മുഫ്തിറൻ, അവൻ നോമ്പില്ലെങ്കിൽ ഫല്യത്അം, അവൻ എന്ത് ചെയ്യട്ടെ, അവൻ ഭക്ഷിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിളിച്ചാൽ പോകണം തന്നെയാണ് രണ്ടിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീടുള്ള 12ാമത്തെ സുന്നത്ത് ഇസ്തിഹ്ബാബു ഐ യസ്ഖി ശാരിബ മിൻ അലാ യമീനിഹി ഖബ്ല യസാരിഹി. നമ്മൾ വെള്ളം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത്, വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരും കൂടി ഉണ്ട് എങ്കിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ വലത് ഭാഗത്തുള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടത് എന്നാണ്. നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കുടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലത് ഭാഗത്തുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്ത ഭാഗത്താണുള്ളത്, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ മുൻഭാഗത്താണുള്ളത്. അടുത്ത ഭാഗത്തൊരു ഗ്രാമീണൻ, സാധാരണക്കാരനെ, ഒരു ഗ്രാമീണൻ ഇരിക്കുകയാണ്. വലിയ അറിവോ പാണ്ഡിത്യമോ ഒന്നും ഇല്ലാത്തൊരു സാധാരണ മനുഷ്യനാണ് അയാൾ അങ്ങനെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പാല് കുടിക്കുകയാണ്. ഒരാൾ പാല് കൊടുത്തു. പാല് കുടിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അബൂബക്കർ അടുത്തുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വലത്തു ഭാഗത്താണ് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു അൽ ഐമനൂൻ, അത് വലതു ഭാഗത്തുള്ള ആൾക്കാണ് കൊടുക്കേണ്ടത്. ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലതു ഭാഗത്തേക്കാണ്, വിളമ്പുമ്പോഴും ഒഴിക്കുമ്പോഴൊക്കെ നമ്മുടെ വലതു ഭാഗത്തേക്കാണ് നമ്മൾ അങ്ങനെ കൊടുക്കേണ്ടത്. ഒരു സദസ്സുണ്ടെങ്കിൽ നമ്മൾ വലതു ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടാണ് അത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് റിവായത്ത് ചെയ്ത സഹാബി ഫഹിയ സുന്ന 3 പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിക്കൽ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ കുടിക്കുന്ന സമയത്ത്, ഒരു പാനീയം കുടിക്കുന്ന സമയത്ത് ഇടതു ഭാഗത്ത് ഒരു ചെറിയ കുട്ടിയുണ്ട്, വലതു ഭാഗത്താകട്ടെ വലിയ ഷെയ്ഖുമാർ, വലിയ ആളുകൾ, വലിയ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതു ഭാഗത്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ, എന്നാൽ ഇപ്പുറത്ത് പ്രായമുള്ള ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയോട് പെർമിഷൻ ചോദിക്കുകയാണ്, അത്തഅ്സനു ലീ അൻ ഉഅ്തിയ ഹൗലാ, നീ അവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് സമ്മതം നൽകുമോ എന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു ഇല്ല വല്ലാഹ്, ഞാൻ നൽകുകയില്ല. എന്തിനു വേണ്ടിയിട്ട്? ബഹുമാനക്കേടൊന്നുമല്ല, മറിച്ച് അദ്ദേഹം പറയുന്നില്ല ഉസ്തിറു ബി നസീബി മിൻക അഹദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചതിൽ നിന്ന് നേരെ ആ ബറക്കത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി എന്ത് ചെയ്തത്, അത് നേരെ എനിക്ക് തന്നെ ആ ബറക്കത്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചതിൽ നേരെ എനിക്ക് കുടിക്കാൻ സാധിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അത് വാങ്ങി ആ കുട്ടി തന്നെ കുടിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ വലത് ഭാഗത്തുള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. അത് ഇടതു ഭാഗത്തുള്ള ആളുകൾ എത്ര വലിയവരാണെങ്കിലും അതാണ് സുന്നത്ത്. എന്നാൽ അതങ്ങനെയല്ല, ഇവര് സമ്മതത്തോടു കൂടിയാണെങ്കിൽ, കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ചോദിക്കുന്നുണ്ട്, അങ്ങനെ കൊടുക്കുക, എല്ലാവരും തീരുമാനിച്ചാൽ അങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ് എന്നും മനസ്സിലാക്കാം. 13ാമത്തെ സുന്നത്ത് സാഖിൽ ഖൗമി ആഖിറുഹും ഷുർബ, നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആൾ അയാളാണ് അവസാനം കുടിക്കേണ്ടത്. അതൊരു സുന്നത്താണ്. ഇപ്പം നമ്മളൊരു വീട്ടുകാരനാണെങ്കിൽ അയാളായിരിക്കും ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരാൾ ഒഴിച്ചു കൊടുക്കാൻ തയ്യാറെടുത്താൽ ഒഴിച്ചിട്ട് ആദ്യം ജഹ്നങ്ങ് കുടിക്കുകയല്ല, മറിച്ച് എല്ലാവരെയും കുടിപ്പിച്ചിട്ട് അവസാനമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കുടിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ ഖത്താദ, അദ്ദേഹം എല്ലാവർക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം റിവായത്തെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും
ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ഹത്താ മാ ബഖിയ ഗൈരി വഗൈരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം ഞാനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാൻ ബാക്കിയുള്ളൂ. സുമ്മ സബ്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ലി ഇശ്റബ്. പിന്നീട് അവസാനം ഞാനും റസൂലേ ഉള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം ഒഴിച്ചിട്ട് നീ കുടിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ലാ അശ്റബു ഹത്താ തശ്റബ യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹ് താങ്കൾ കുടിക്കാതെ ഞാൻ കുടിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന സാഖിൽ ഖൗമി ആഖിറുഹും ശുർബ. ഒഴിച്ചു കൊടുക്കുന്നവൻ അവസാനം കുടിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഫശരിബ്തു, അങ്ങനെ ഞാൻ കുടിച്ചു. വശരിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അത് കുടിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ കുടിക്കുന്ന സാധനം കട്ടിയുള്ള പാല് പോലെയുള്ള കാര്യമാണ് എങ്കിൽ ശേഷം മൽമലത്ത് വായ കുപ്പിളിച്ച് കഴുകുക എന്നുള്ളത് സുന്നത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിബ ലബന, ഒരിക്കൽ അവിടുന്ന് പാല് കുടിച്ചു. ഫദഅ ബിമാഇൻ ഫതമൽമല, പിന്നീട് വെള്ളം ആവശ്യപ്പെട്ട് വായ് കുപ്പിളിക്കുകയുണ്ടായി. വഖാല ഇന്ന ലഹു ദസമൻ, അതിന് ചില ദസമുണ്ട് അഥവാ അതിന് കൊഴുപ്പുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് അത് കുപ്പിളിച്ച് കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തഗ്തിയത്തുൽ ഇനാഇ വദിക്റു ഇസ്മുല്ലാഹി തആല ഇൻദ ഖുദൂമിൽ ലൈൽ, രാത്രി ആണെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി അടുക്കളയിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലോ വെക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് ബിസ്മി ചൊല്ലിയിട്ട് ഇത് അടക്കണം, പാത്രം അടച്ചു വെക്കണം. അത് സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാരണം ഹദീസിൽ വന്നിട്ടുള്ളത് ഗത്തുൽ ഇനാഅ വഔഖുസ് സിഖാഅ ഫഇന്ന ഫിസ്സനതി ലൈല യൻസിലു ഫിഹാ വബ. നിങ്ങൾ പാത്രങ്ങൾ അടച്ചു വെക്കണം. അതുപോലെ തന്നെ വെള്ളത്തിന്റെ പാത്രവും എന്ത് ചെയ്യണം? തോൽപാത്രത്തിലാണ് പണ്ട് വെള്ളം എടുക്കുന്നത്, അതൊക്കെ അടച്ചു വെക്കണം. ഫഇന്ന ഫിസ്സന ലൈല, വർഷത്തിലൊരു രാത്രിയുണ്ട്. യൻസിലു ഫിഹാ വബ, അതിൽ മാറാ രോഗങ്ങൾ ആകാശത്ത് നിന്നും താഴേക്ക് ഇറങ്ങും. ലാ യമുറു ബിഇനാഇൻ ലൈസ അലൈ ഖിതാ ഔ സിഖാ ലൈസ അലൈ വികാ ഇല്ലാ നസല ഫീഹി മിൻ ദാലിക്കൽ വബ. ഏതെങ്കിലുമൊക്കെ ഒരു പാത്രത്തിലൂടെ അത് കടന്നു പോകുമ്പോൾ അതിന് ആ വെള്ളത്തിന്റെ മൂടിയിട്ടിട്ടില്ല, ആ പാത്രം മൂടിയിട്ടില്ല, ഭക്ഷണം മൂടിയിട്ടില്ല എങ്കിൽ ആ രോഗം അതിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? കടന്നു പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ചില മാറാ രോഗങ്ങളൊക്കെ ചിലപ്പോൾ ഒരു നാട്ടിലേക്ക് ഇറങ്ങാനുള്ള കാരണം ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കാം, അല്ലാഹു ആലം. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രാത്രി മുഴുവൻ തുറന്നു വെച്ചൊരു ഭക്ഷണം പിറ്റേന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, അതിൽ ഈ പറയുന്ന ഗൗരവമുള്ള കാര്യമുണ്ട്. അത് ഭക്ഷണത്തെ പാഴാക്കി കളയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പാത്രമൊക്കെ മൂടി അത് കൃത്യമായി വെക്കേണ്ടതുണ്ട്. അത് സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക. അത് പ്രത്യേകം ഒരുപാട് ഹദീസിൽ അത് വന്നിട്ടുണ്ട്. ഉഖമ്മിറു ത്വആമ വശറാബ്, നിങ്ങൾ ഭക്ഷണപാനീയങ്ങൾ അത് മൂടി വെക്കണം എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിലെല്ലാം ഒരു കാരണമായി പറയുന്നത് പിശാചിന്റെ ഇടപെടൽ കൂടിയാണ്. പിശാചിന് അതിന് സ്വാധീനം ഉണ്ടാക്കാനും അതിൽ രോഗങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ അത് സാധിക്കും എന്നുള്ളത് കാരണമാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെയുള്ള ചില കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, തഅമ്മൽ അഖിൽ മുബാറക്, ഓ ബറക്കത്തുള്ള എൻ്റെ സഹോദരൻ, നീ ഒന്ന് ചിന്തിക്ക്. കൈഫ അന്ന ശൈത്താന ഹരീസുൻ അലാ മുലാസമത്തിൽ അബ്ദ്, ഒരു അടിമയുടെ കാര്യത്തിൽ എപ്പോഴും പിശാജ് തൽപരനായിരിക്കും. നീ ശ്രദ്ധിച്ചു നോക്കൂ. ഇഫ്സാദ് ഉമൂരി ദീനിഹി വ ദുനിയ, അവന്റെ ദീനും ദുനിയാവും ഒക്കെ കുളമാക്കാൻ, അതിനെ കുഴപ്പമാക്കാൻ പിശാജ് അത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അഥവാ അവൻ പിശാജ് എന്ത് ചെയ്യുന്നുണ്ട്? യക്കുലു വയശ്റബു യബീതു വയബൂൽ, പിശാജ് മനുഷ്യന്റെ ഭക്ഷണം കഴിക്കുന്നു, മനുഷ്യന്റെ വെള്ളം കുടിക്കുന്നു, മനുഷ്യന്റെ വീട്ടിൽ താമസിക്കുന്നു, അവന്റെ ചെവിയിൽ മൂത്രം ഒഴിക്കുന്നു. കാരണം ഒരാൾ സുബഹിക്ക് ഉറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലുൻ ബാല ശൈത്താനു ഫീ ഉദ്നൈഹി ഔ ഖാല ഫീ ഉദ്നിഹി, അവന്റെ ചെവിയിലോ അല്ലെങ്കിൽ രണ്ട് ചെവിയിലോ പിശാജ് മൂത്രം ഒഴിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിശാജ് ചിരിക്കുന്നു. എപ്പോഴാണ്? മനുഷ്യൻ കോട്ടുവായടുത്ത സമയത്ത് ശബ്ദം ഉണ്ടാക്കിയാൽ, വായ അടച്ചു പിടിക്കാതെ ശബ്ദം ഉണ്ടാക്കും ചിലർ കോട്ടുവായിടുമ്പോൾ, അവിടെ പിശാജ് ചിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിശാജ് കരയുന്ന സമയമുണ്ട്. നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് പിശാജ് കരയും എന്ന് കാണാൻ സാധിക്കും. ഉമിറ ഇബ്നു ആദം ബിസ്സുജൂദ് ഫസജദ ഫലഹുൽ ജന്ന, ആദം സന്തതിയോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അവൻ സ്വർഗമുണ്ട്. ഉമിർതു ബിസ്സുജൂദ്, പിശാച് പറയാൻ എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഫഅബൈതു ഫലിയന്ന, ഞാൻ സുജൂദ് ചെയ്തില്ല, എനിക്ക് നരകമാണുള്ളത് എന്ന് പറഞ്ഞ് പിശാജ് കരയും എന്നുള്ളത് ഒരു അടിമ സുജൂദ് ചെയ്യുന്ന സമയത്ത് കരയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിശാജ് കീശ്വാസം ഇട്ട് ഓടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് പിശാജ് അത് കേൾക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കീശ്വാസം ഇട്ടിട്ട് അവൻ പുറത്തേക്ക് ഓടിക്കളയും എന്നും ഹദീസിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ പിശാചിന്റെ ചില സ്വഭാവങ്ങൾ, വെളിച്ചത്തിലും ഇരുട്ടിലും മാറി മാറിയിരിക്കുക. ഒരു വെളിച്ചവും ഇരുട്ടും ഉണ്ട് എങ്കിൽ, അഥവാ സൂര്യപ്രകാശമുണ്ട് ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് തണലും ഉണ്ടെങ്കിൽ അത് രണ്ടിലുമായി ഇരിക്കുക എന്നുള്ളത് പിശാചിന്റെ ഇരുത്തമാണ്. അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ ഒരിടത്ത് വെയിലിന്റെ അംശമുണ്ട്, ഇപ്പുറത്ത് തണലുണ്ടെങ്കിൽ രണ്ടിലുമായി നമ്മൾ ഇരിക്കുക. ഒന്നെങ്കിൽ തണലിരിക്കുക അല്ലെങ്കിൽ വെയിലത്തിരിക്കുക. അതല്ലാതെ രണ്ടിലും കൂടി ഇരിക്കുക എന്നുള്ളത് പിശാചിന്റെ രീതിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒറ്റച്ചെരിപ്പിട്ട് നടക്കുക, അത് പിശാചിന്റെ രീതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിശാചിന് സാദൃശ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കുഴപ്പമുണ്ടാക്കുകയാണ്, ആളുകൾക്കിടയിൽ തെറ്റിക്കുക, കുഴപ്പമുണ്ടാക്കുക, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കുക. ഇതൊക്കെ പിശാചിന്റെ
അമലിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു സംഭവിച്ചു, നഷ്ടം സംഭവിച്ചാൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നേനെ എന്ന് പറഞ്ഞ് ലൗ എന്നുള്ള വാക്ക് വെച്ച് പറയുന്നത് അത് അമലു ഷൈത്താനാണ്, പിശാചിന്റെ പണിയാണ്, മനുഷ്യനെ നിരാശയിലാക്കാൻ വേണ്ടി പിശാച് ചെയ്യുന്നതാണ് എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു അടിമയുടെ നിസ്കാരം എപ്പോഴും അതിൽ മറ്റു ചിന്തകളൊക്കെ കയറ്റി കൂട്ടാൻ, മന്റെ നിസ്കാരത്തെക്കുറിച്ചുള്ള ഓർമ്മ ഇല്ലാതാക്കാൻ പിശാജ് എപ്പോഴും പരിശ്രമിക്കും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ആ പിശാജിന്റെ പേര് പോലും പറഞ്ഞു തന്നിട്ടുണ്ട്. ഖൻസബ് എന്നാണ് അവന്റെ പേര്. ഫൈദ അഹ്സസ്തഹു, അങ്ങനെ പിശാജ് ഇടങ്ങാറാക്കുന്നുണ്ട്, ചിന്തകളൊക്കെ മാറ്റുന്നുണ്ട് എന്ന് തോന്നിയാൽ ഫതഅവദ് ബില്ലാഹി മിൻ, അല്ലാഹുവിനോട് രക്ഷ തേടുക, അഊദു ബില്ലാഹ് എന്ന് പറയാ. വത്ഫിൽ അലാ യസാരിക സലാസ, നിന്റെ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം ചെറിങ്ങനെ ഉമിനീര് പുറത്തേക്കാക്കി നിനക്ക് തുപ്പുകയും ചെയ്യാം. അങ്ങനെ ചെയ്താൽ പിശാജിന്റെ ഇടങ്ങാറ് ഒഴിവായി കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ പാനീയത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കോട്ടുവായിടുന്ന സമയത്ത്, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അങ്ങനെ പിശാജ് മൂത്രമൊഴിക്കുന്നു, ചിരിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്നു. അതുപോലെ അടിമയും അള്ളാഹുവിനെയും തമ്മിൽ പരസ്പരം അകറ്റാൻ വേണ്ടി, അടിമയെ അള്ളാഹുവിൽ നിന്നും അകറ്റാൻ വേണ്ടി പണിയെടുക്കുന്നു. നമ്മുടെ വിശ്വാസ കാര്യത്തിൽ വരെ പിശാജ് നമുക്ക് ഇടങ്ങാറുണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി ശൈത്താനു അഹദുക്കും ഫയഖൂൽ മൻ ഖലഖ കദാ മൻ ഖലഖ കദാ, ഇന്ന കാര്യങ്ങളൊക്കെ ആരാണ് സൃഷ്ടിച്ചത്, ഇന്നതിനാരാണ് സൃഷ്ടിച്ചത് എന്നൊക്കെ നമ്മൾ കൊണ്ട് ചോദിപ്പിക്കും. ഹത്താ യഖൂലു മൻ ഖലഖ റബ്ബുക്, അതൊക്കെ റബ്ബാണ് നമ്മൾ പറയും, ആരാണ് നിന്റെ റബ്ബിനെ പടച്ചത് എന്ന് പിശാജ് ചോദിക്കും. ഫഇദാ ബലഗഹു ഫല്യസ്തഇദ് ബില്ലാഹ് വൽയൻതഹി, അങ്ങനെ വന്നാൽ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞുകൊള്ളുക, അത് അവിടെ അവസാനിക്കും, എന്നിട്ട് അവസാനിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇന്ന ശൈത്താന യഹ്ളുറു അഹദക്കും ഇൻദ കുല്ലി ഷൈഇൻ മിൻ ശഅനി, പിശാച് ഒരു മനുഷ്യരുടെ എല്ലാ കാര്യത്തിലും വന്ന് അവനെ ഇടങ്ങേറുണ്ടാക്കുന്നുണ്ട്, എല്ലാത്തിലും അവൻ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിലെല്ലാം അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഒരാൾ തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തന, ബിസ്മില്ലാഹ് അല്ലാഹുവിന്റെ നാമത്തിലാണ്. അല്ലാഹു പിശാചിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. വജന്നിബി ശൈത്താന മാ റസഖ്തന, അല്ലാഹു നമുക്ക് ഇതിൽ നിന്നും നൽകുന്ന ഈ സന്താനത്തിൽ നിന്നും പിശാചിന്റെ ശർറിൽ നിന്നും അകറ്റണമേ. ഫഇന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമാ വലദുൻ ഫീ ദാലിക്, ആ ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടാകാൻ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ലം യദുറഹു ശൈത്താനുൻ അബദ, അവന് പിശാചിന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഹോദരങ്ങളെ, പിശാചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധിക്കാൻ, അവൻ ഇങ്ങനെ ഇടപെടുന്നുണ്ട്, അവൻ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്, അതുകൊണ്ട് എപ്പോഴും ദിക്റിലൂടെ അവനിൽ നിന്ന് രക്ഷ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ ഇത്തരം സുന്നത്തുകളോ കാര്യങ്ങളോ ഒന്നും ചിന്തിക്കുകയില്ല. എന്നിട്ട് ഒരുപാട് പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിനുശേഷം എന്ത് പരിഹാരം, അതാണ് പലപ്പോഴും ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് എപ്പോഴും പരിഹാരത്തിനേക്കാളും നമ്മൾ മുൻകരുതലുകളാണ് ശ്രദ്ധിക്കേണ്ടത്. മുൻകരുതലുകളാണ് എപ്പോഴും നല്ലത്. പരിഹാരത്തിനേക്കാളും ചികിത്സയേക്കാളും നല്ലത് എന്താണ്, നമ്മൾ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം ചികിത്സ പ്രയാസകരമാണ്, ചികിത്സ എപ്പോഴും ഫലിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ നമുക്ക് മുൻകരുതലുകളാണ് ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും നമുക്ക് ഉപകരിക്കുന്നതും അതായിരിക്കും. എന്റെ അവസാനം അദ്ദേഹം പറയാണ്, വമിമ്മാ നുഹിയ അൻഹു ഫി ഹാദൽ ബാബ് ബാബു തഅമി വശറാബ്, ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും കാര്യത്തിൽ നമുക്ക് വിലക്കപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് ഈ അധ്യായം. അൽ അക്ലു വശുർബു ഫി ആനിയത്തി ദഹബി വൽ ഫിദ്ദ, വെള്ളിയുടെയും സ്വർണത്തിന്റെയും പാത്രത്തിൽ കുടിക്കുകയോ നമ്മൾ കഴിക്കുകയോ പാടില്ല. വെള്ളിയുടെയും സ്വർണത്തിന്റെയും പാത്രത്തിൽ കുടിക്കുകയോ കഴിക്കുകയോ പാടില്ല. അതുപോലെ കഴിക്കുന്ന സമയത്ത് നല്ല നഖമുള്ള, ഈ കൂർത്ത നഖമുള്ള, ഇരയെ പിടിക്കുന്ന നഖമുള്ള അങ്ങനെയുള്ള പക്ഷികൾ, പരുന്തൊക്കെ പോലുള്ള, കഴുകനൊക്കെ പോലുള്ള ഇതിൻ്റെ ഇറച്ചിയൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. അതുപോലെ പുലിയെയും കടുവയൊക്കെ പോലത്തെ ആ രൂപത്തിൽ അതിന് തീറ്റ പിടിക്കാനുള്ള ആ നഖമുള്ള അത്തരം മൃഗങ്ങളെ അത് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ നിന്നുകൊണ്ട് കുടിക്കരുത്. ഒരാവശ്യം ഉണ്ട്, അവിടെ വേറെ സ്ഥലമില്ല, നമുക്ക് നിന്നുകൊണ്ട് കുടിക്കാൻ കുഴപ്പമില്ല, അത് ശ്രദ്ധിക്കുക. പാത്രത്തിൽ നിശ്വസിക്കുക. അതുപോലെ ചാരി ഇരുന്നു കൊണ്ട് കഴിക്കുക, അതായത് ചാരി കിടന്നുകൊണ്ട് അങ്ങനെ ഒരു സുഖലോലുപനായി, നമ്മൾ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ ചോദിച്ചപ്പോൾ അത് സാധാരണ നമ്മൾ കസേരയിൽ എങ്ങനെ ഇരിക്കുന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ചൊരു സുഖലോലുപതയിൽ ഇങ്ങനെ ചാരി കിടന്നുകൊണ്ട് അങ്ങനെ കഴിക്കുക, അതല്ല, അങ്ങനെയല്ല കഴിക്കേണ്ടത്. അതുപോലെ ഇടത്തെ കൈ കൊണ്ട് കഴിക്കാൻ പാടില്ല. അതുപോലെ വൽ ഖിറാനു ബൈന തമ്രത്തൈൻ, അതായത് നമ്മൾ തമ്രൊക്കെ പോലെ ഈത്തപ്പഴമൊക്കെ പോലെ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടെണ്ണം ഒരുമിച്ചെടുക്കുക എന്നുള്ളത് സുന്നത്തിനെതിരാണ്. നമ്മൾ ഓരോന്നായിട്ടാണ് എടുക്കേണ്ടത്. രണ്ട് കാര്യം, അപ്പൊ എന്താകട്ടെ, അപ്പൊ തമ്ര മാത്രമല്ല, ഒരുപാട് ഒരേപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ ഈരണ്ടൊക്കെ എടുക്കുക എന്നുള്ളത് അത് ചര്യക്കെതിരാണ്, നബിചര്യക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ഓരോന്നായി എടുക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഭക്ഷണത്തിന് കുറ്റം പറയുന്നത് അത് പാടില്ലാത്ത കാര്യമാണ്, അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ഇനി എല്ലാവരും ഒരുമിച്ച് കുടിക്കുകയാണ് എങ്കിൽ നമ്മൾ വായ വെച്ച് കുടിക്കുക എന്നുള്ളത് പാടില്ല. ഒരൊറ്റ പാത്രമാണുള്ളത്,
അതിലൂടെയാണ് എല്ലാവരും കുടിക്കുന്നതാണെങ്കിൽ ഓരോരുത്തരും അതിൽ വായ വെച്ച് കുടിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാൻ സാധിക്കും. എന്നാൽ ഒറ്റക്കുള്ളതിന് നമുക്ക് വായ വെച്ച് കുടിക്കാം. അതിന് അങ്ങനെ ഇല്ല. നമ്മൾ ഒറ്റക്ക് നമ്മളെ മാത്രം വെള്ളമാണെങ്കിൽ നമുക്ക് വായ വെച്ചിട്ട് തന്നെ കുടിക്കാം. അത് കുപ്പിയാണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും. പക്ഷെ എല്ലാവരും കൂടി കുടിക്കേണ്ട ഒരു പാത്രമാണെങ്കിൽ അങ്ങനെ വായ വെച്ച് കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭക്ഷണം അധികരിപ്പിക്കുക അത് പാടില്ല. അതുപോലെ തന്നെ വസ്സലാത്തു ബിഹദ്റത്തി തആം ഇദാ കാന ഇശ്തഹി, നിസ്കാരം ആഗതമായ സമയത്ത് ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ, ഭക്ഷണം വിളമ്പിയിട്ടുണ്ട് എങ്കിൽ അത് കഴിക്കുകയാണ് വേണ്ടത്, നിസ്കരിക്കാനല്ല പോകേണ്ടത്. ഇതൊക്കെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വന്ന ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത അധ്യായം വായിക്കാം. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.